അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ജോലി. കാരണം അത് ഇറ്റ് വാസ് ക്രിയേറ്റീവ്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ജോലി എന്നാണ് ഇത്തരം ചില ദുരനുഭവങ്ങളും ഉണ്ടായതല്ലേ? അത് തീർച്ചയായിട്ടും അതെ. സൊസൈറ്റിയിൽ സെക്സ് ഈസ് എ സിൻ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സെക്സ് ഒരിക്കലും ഒരു സിന്നല്ല. ഇത് മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും എന്നെ ഇന്നലെ വരെ പൊക്കിക്കൊണ്ട് നടന്നു, ഒറ്റ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ താഴേക്ക് ഇറങ്ങി. അത് ചെയ്യാൻ പാടില്ല. അത് വാദം പ്രധാനപ്പെട്ട സ്ത്രീയും വാദം ശരിയല്ല സുനീരൻ. തുല്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തുല്യതയല്ല, വ്യത്യസ്തയാണ്. കാരണം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെയധികം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തമായ സ്ഥാനം കൊടുത്താൽ മതി. വിരൽ നഖം പോലും ഞാൻ മലർ കൊണ്ടു മൂടിയിട്ടും കാമുകനായിരം കണ്ണ്. അതുപോലെ തന്നെ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശൈലി തന്നെ ഞാൻ മാറ്റിയെടുത്തിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ തരത്തിലെ അനൗൺസ്മെന്റ് എല്ലാം കൊടുത്തത്. കുറച്ച് ലൈവ്ലി ആക്കി, കുറച്ച് എനർജറ്റിക് ആക്കി. ഇത് ആകാശവാണിനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ മിമിക്രിയിലൊക്കെ ആൾക്കാർ പറയും ആകാശവാണി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് മാറ്റണല്ലോ, അത് മാറ്റി കളയാമെന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ ശബ്ദത്തെ ഞാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ്. നമസ്കാരം. ശബ്ദം കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച ഒരു കലാകാരി, ആകാശവാണിയിലൂടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ചേക്കേറിയ തെന്നലാണെന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്തേ. എന്തൊക്കെയാണ് നമുക്ക് പുതുതായിട്ട് പറയാൻ പറ്റുന്ന വിശേഷങ്ങൾ? ആകാശവാണിയിലൂടെയാണ് മലയാളികൾ തെന്നലെ തിരിച്ചറിയുന്നത്. അതിന് മുൻപ് കേരളത്തിലെമ്പാടും ഗാനമേളകളിലൂടെ ഒരു തലമുറയെ വല്ലാതെ ഹരം കൊള്ളിച്ചൊരു പാട്ടുകാരിയായിരുന്നു. ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഒന്ന് തുടങ്ങിയാലോ? കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. രസമായിട്ട് പാടിയല്ലേ? പഴയ പാട്ട് ഒരുപാട് മലയാളിയെ വിസ്മയിപ്പിച്ചിട്ടുള്ള സന്തോഷിപ്പിച്ച പാട്ടാണത്. പിന്നെ ഓടയിൽ നിന്ന് നേതൃത്വത്തില് സുശീല പാടിയ കേശവദേവിന്റെ. അതെ അതെ അതെ. എങ്ങനെയാണ് ഈ കലാരംഗത്തേക്കുള്ളൊരു പ്രവേശനം? വീട്ടിൽ അങ്ങനെ ഒരു കലാ ചുറ്റുപാടോ അല്ലെങ്കിൽ ഈ പാട്ടിന്റെയും ഒക്കെ ഒരു ലോകം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ വരവ് തന്നെ. അച്ഛൻ പാട്ടിൽ വലിയ താല്പര്യമുള്ള ഒരാളാണ്. അച്ഛന് നാടകം, അഭിനയം, അമിച്ചർ നാടകത്തില് അവര് ആ നാട്ടിൽ തന്നെ ഉള്ളൊരു ഗ്രൂപ്പ് ചെയ്തിരുന്ന ഒരു നാടക ട്രൂപ്പ്. അതിലിടയ്ക്കിടയ്ക്ക് അവർ നാടകം, പക്ഷെ ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നവർ പ്രഗത്ഭരായിരുന്നു. തമിഴ്നടി സുജാത, റാണി ചന്ദ്ര, തിലകൻ, അവരൊക്കെ വരുമായിരുന്നു വീട്ടില്. അപ്പൊ അങ്ങനെ സൽമാ ജോർജ്, KG ജോർജിന്റെ ഭാര്യ സൽമാ ജോർജ് ഒക്കെ ഗാനമേളയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അപ്പൊ എൻ്റെ മാമനും നാടകം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അവരൊക്കെയാണ് ഈ റാണിചന്ദ്രയൊക്കെ ഫീൽഡിൽ അന്ന് നാടകത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ ആ നാടകം അച്ഛൻ പാടുകയും ചെയ്യുമായിരുന്നു കുറച്ചൊക്കെ. പിന്നെ അച്ഛന് പ്രൊഫഷണലായിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെ അച്ഛനിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ സർഗവാസന ഉണ്ടായത്. കലയായിട്ടുള്ള ബന്ധം അതൊരു ആഴത്തിലുള്ള ബന്ധം തന്നെയാണ്. കാരണം ഇന്ന് വെച്ച് നോക്കുമ്പോൾ അതൊരു അനുഗ്രഹം, ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛന്റെ പ്രോത്സാഹനം എല്ലാ മക്കൾക്കും ഉണ്ട്. അത് കുറേശ്ശെ എൻ്റെ ബ്രദർ ഒരാൾ തബല വായിക്കുന്ന സെൽവൻ, അയാള് കേരളത്തിൽ അറിയപ്പെടുന്ന തബലിസ്റ്റാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അനിയൻ ജാസ് വായിക്കുന്ന ഡ്രമ്മറാണ് അയാള്. പിന്നെ എല്ലാവരും അങ്ങനെ കലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൽ പ്രൊഫഷണലായിട്ട് ഞാൻ വന്നത് ഗായികയായിട്ട് ഞാൻ വന്നു. അപ്പൊ ചേട്ടൻ ചെറുതിലെ ഞങ്ങളെ 3 പേരെയും, എൻ്റെ ചേച്ചി, എൻ്റെ അനിയൻ, എൻ്റെ നേരെ മൂത്തേട്ടൻ, എല്ലാവരും ഇന്ന് പാട്ട് ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അവർക്കൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു വീട്ടില്, നാട്ടില്. ആ ക്ലബില് ഈ പാട്ട് തന്നെ, അപ്പൊ അന്ന് പഠിപ്പിച്ച ഒരു പാട്ട് അമൃതം പകർന്ന രാത്രി വിധി എന്ന ചിത്രത്തില് അത് പഠിപ്പിച്ചപ്പോ ചേട്ടന് ഞാൻ ഇത്തിരി കൂടെ നന്നായിട്ട് പാടുന്നതായിട്ട് തോന്നി. അപ്പൊ അതിന്റെ ശബ്ദം നല്ല സ്വീറ്റ് ആയിരുന്നു, നല്ല മനോഹരമായിട്ടുള്ള ശബ്ദമാണ്.
അപ്പോൾ അത് ചേട്ടൻ കണ്ടുകൊണ്ട് അവരുടെ ക്ലബിലേക്ക് എന്നെ പാടാൻ വിളിച്ചു. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ഗാനമേള ചെയ്തു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഉറങ്ങിപ്പോയിട്ട് തോളത്തെടുത്തിട്ടുണ്ട് വന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഗാനമേളയിൽ തുടങ്ങുന്നത്. അത് ആ തുടക്കം. പിന്നെ അത് പിന്നെ നിർത്തിയിട്ടില്ല. ശാസ്ത്രീയമായിട്ടൊക്കെ പാട്ട് പഠിച്ചു? 8 വർഷം പഠിച്ചു. അതായത് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ KV മഹാദേവ് അയ്യർ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ക്ലാസ് എടുക്കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠനമാണ് പ്രധാനം, ഇതൊരു സൈഡിൽ കൂടി കൊണ്ടുപോയാൽ മതി. കാരണം അങ്ങനെ ഒരു വലിയൊരു മാതൃക അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സാമൂലാശാൻ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഗ്രേസി നാടകത്തിൽ പാടിയുന്ന പണ്ടത്തെ നാടകം, അതിൻ്റെ അച്ഛൻ. അപ്പോൾ അവരുടെ കുടുംബം ഈ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ അവരിങ്ങനെ വളരെ താഴ്ന്ന നിലയിലേക്കാണ് പോയത്, കലയും കൊണ്ട് നടന്നിട്ട്. അപ്പോൾ ആ ഒരു ഇത് അച്ഛന് വലിയൊരു ഭയമായിരുന്നു. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാ മക്കളെ അച്ഛൻ ചെറിയൊരു വരുമാനത്തിൽ നിന്ന് അച്ഛൻ എല്ലാവരും പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് സൈഡിൽ കൂടി കൊണ്ടുപോകുക, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അച്ഛൻ. അങ്ങനെ അച്ഛൻ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചതും ഗാനമേളയ്ക്കൊക്കെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ഫ്രീലാൻസ് സിംഗർ ആയിരുന്നു ആദ്യം. ചേട്ടൻ്റെയൊക്കെ ക്ലബിൽ പാടി തുടങ്ങി. പിന്നെ പുറത്തേക്ക് പാടാം, അന്ന് ഇത്രയും ആൾക്കാരൊന്നും ഇല്ലല്ലോ പാടാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് പുറത്തേക്കൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പാട്ട് പാടാൻ പോയിട്ടുണ്ട്. കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നത്. അന്ന് ഈ ഇപ്പൊ എന്നെ പറയുന്നത് ആകാശവാണിയിൽ, പക്ഷെ അതിനു മുൻപ് തന്നെ ഞാൻ വലിയൊരു പേര് ഉറപ്പിച്ചിരുന്നു കേരളത്തില് ഒരു ഗായിക എന്ന നിലയ്ക്ക്. പക്ഷെ ഇന്നത്തെ അത്ര ഒരു പ്രോത്സാഹനമൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ അച്ഛനും അതിലൊരു വലിയ മുന്നോട്ട് വരുന്ന ഒരാളായിരുന്നില്ല. പിന്നെ എനിക്ക് അത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടാനായിട്ട് ഇത് വന്നപ്പോൾ ആദ്യം CSലൊക്കെ ഞാൻ പാടുമായിരുന്നു. പക്ഷെ അതിനെ കൂടുതലും ഫ്രീലാൻസ് ചെയ്ത എല്ലാവരും വിളിക്കുമായിരുന്നു എന്നെ പാടാനായിട്ട്. അപ്പോൾ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു വലിയ ട്രൂപ്പിൽ പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ ട്രൈ ചെയ്യാതെ അത് എനിക്ക് ഫാദർ ആബേൽ എന്നെ വിളിപ്പിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കഴിഞ്ഞ 81 തെന്നലിന് കലാഭവനിൽ ജോയിൻ ചെയ്യണം, ഞങ്ങൾക്കൊരു പാട്ടുകാരി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കലാഭവനിൽ ഞാൻ പാടി. അങ്ങനെ അവിടെ 2.5 കൊല്ലം ഞാൻ പാടിയിരുന്നു. കലാഭവന്റെ ഗാനമേള ട്രൂപ്പിൽ ഉണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഗാനമേള വിട്ടിട്ട് പിന്നീട് എൻ്റെ ഒരു ഗാനമേള ഇതിൽ നിന്ന് മാറാൻ കുമരകൻ രാജപ്പൻ മാസ്റ്റർ വന്നിട്ട് ഫാദർ ആബേലിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു നല്ല റെക്കോർഡിംഗ് വോയിസ് ഉള്ള ഒരു ഫീമെയിൽ വോയിസ് വേണം, ഒരു കുട്ടിയെ വേണം, അതുകൊണ്ട് ആരാണെന്ന്. അപ്പം ഞാൻ അന്ന് അവിടെ ഏറ്റവും ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ KB സുജാത എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ, ടെൽമ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരുമായിരുന്നു പാടിയിരുന്നത്. അപ്പൊ അന്ന് ഫാദർ ആബേൽ പറഞ്ഞു, ഇവിടെ ഏറ്റവും നന്നായിട്ട് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത് തെന്നലാണ്, അതുകൊണ്ട് ഏറ്റവും നല്ല വോയിസുമാണ് ആ കുട്ടിയുടെ, നല്ല ഇതാണ്. അപ്പം അതിനിടയ്ക്ക് ജെറി ML ദേവ് മാഷ്ടെ ഒരു കോറൽ ഇതില് ഒരു ഫോക്ക് ആൽബത്തിന് വേണ്ടി ഞങ്ങൾ 3 പേരും പാടാനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെ പാടി വരുമായിരുന്നു. അപ്പോഴാണ് ഫാദർ ആബേൽ ഇങ്ങനെ എന്റെ പേര് പറഞ്ഞു. അപ്പം രാജപ്പ മാഷ് പറഞ്ഞു, അങ്ങനെയാണ് തെന്നലിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അതൊരു സ്റ്റാർട്ടപ്പായിരുന്നു. അങ്ങനെ അപ്പോൾ എന്താന്ന് വെച്ചെന്നാല് പ്രൊഫഷണൽ ഡ്രാമയിൽ റെക്കോർഡിങ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. റെക്കോർഡിങ് അതായത് പ്ലേ ബാക്ക് അല്ലാതെ റീ റെക്കോർഡിങ്ങും, അതായത് പശ്ചാത്തല സംഗീതവും സോങ്സും റെക്കോർഡ് ചെയ്തിട്ടിട്ട് പിന്നെ പ്ലേ ബാക്കിന്റെ ആൾക്കാർ പാടാൻ വരണ്ട, ആർട്ടിസ്റ്റുകളൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു വലിയ ലാഭവുമാണ്. കാരണം ഇവരെ എപ്പോഴും ചുമന്നുകൊണ്ട് നടക്കണ്ട, അത് അവർക്ക് പാടുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങൾ വന്നാൽ അത് സഹിക്കണ്ട. റെക്കോർഡഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് രാജപ്പ മാഷാണ്. അതൊരു കണ്ടിന്യൂറ്റിയിൽ പോയി അങ്ങനെ ഒരു 300ഓളം ഗാനങ്ങൾ ഞാൻ നാടകഗാനങ്ങൾ പാടി റെക്കോർഡഡ് ആയിട്ടുണ്ട്. അതിപ്പോ എല്ലാം മിക്കവാറും എല്ലാം റേഡിയോ സ്റ്റേഷനിലും ഉണ്ട് ആ പാട്ടുകളെല്ലാം. പിന്നീട് ഒരു പിന്നണി ഗായിക എന്ന രീതിയിൽ സിനിമയിലൊന്നും വരാണ്ട് പോയത്? അത് എനിക്കിഷ്ടമായിരുന്നു, പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും അപ്പോൾ ആ സമയത്താണ് രവീന്ദ്ര മാഷ് എന്നെ ഒരു ചിത്രത്തിലേക്ക് പാടാൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, തെന്നലിൻ്റെ ഒരു CD-യിൽ കാസറ്റ് ആയിരുന്നു, കാസറ്റിൽ കുറേ സോങ്സ് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാൻ. അപ്പോൾ എനിക്ക് അപ്പോഴേക്കും കൊച്ചി FM സ്റ്റേഷനിൽ അനൗൺസറായിട്ട് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ബിക്കോസ് ഐ വാസ് എലോൺ ആൻഡ് ഓൾസോ ഐ വാസ് നോട്ട് മാരീഡ്. അപ്പോൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അപ്പം അച്ഛനോട് ഞാൻ കല്യാണത്തിന് പറ്റിയ ആലോചനയൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് കല്യാണം ഇപ്പം വേണ്ട, എനിക്ക് ജോലി വേണം, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, ആരെ ആശ്രയിക്കാതെ ജീവിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ആലോചിക്കണ്ട, ഡിഗ്രി കഴിയട്ടെ, എനിക്ക് ജോലി കിട്ടിയിട്ട് ആലോചിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഈ അച്ഛൻ ഭാഗ്യം അതിന് സമ്മതിച്ചു കേട്ടോ. എന്നാൽ ശരി മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് ഡിഗ്രി ഒക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെങ്കിൽ അങ്ങനെ പോവാം, എങ്ങനെയാ വെച്ചാൽ പോവാം, പക്ഷേ വിദ്യാഭ്യാസം തന്നെയാണ് പ്രധാനം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കലാഭവനിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന്റെ പീക്കിലേക്ക് ഇങ്ങനെ വന്നു. അത് ഏറ്റവും നല്ല ഗായിക എന്നുള്ള നിലയിൽ വന്നു. അപ്പോഴേക്കുമാണ് രാജ്ഭവൻ മാസ്റ്റർ ഇങ്ങനെ വന്നു. അപ്പോഴേക്കും റെക്കോർഡിങ്ങിന് തിരക്കായി. പിന്നെ എനിക്ക് ഗാനമേളയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ആ സമയത്ത് തന്നെയാണ് ഈ രവീന്ദ്ര മാസ്റ്റർ ഒരു ഇത് വന്നത്. അത് കൊച്ചി നിലയത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സിനിമയിൽ പാടാനായിട്ട് ഒരു കാസറ്റിൽ പാട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷെ എനിക്ക് അതിൽ അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാരണം എന്താ വെച്ചാല് ആണ് സത്യം, ശരിയൊക്കെയാണ്. പക്ഷെ ഒരു പാട്ട് പാടിയിട്ട് ഇപ്പൊ സാധാരണ ഒരു സിംഗർ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഒരു പടത്തിൽ പാടി, ഇപ്പൊ മീശമാധവൻ പടത്തിൽ പാടിയിട്ട് അവർ പറയുന്നത് മീശമാധവൻ ഫെയിം ഡാഷ് ഡാഷ് സിംഗറിന്റെ ഗാനമേള, ആ ഒരു ബാനർ വെച്ചിട്ടാണ് പിന്നെ അവർ പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പൊ അവർ അതിനിടയ്ക്ക് 10 ലക്ഷമൊക്കെ വാങ്ങിയിട്ട് എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ഫിലിമിൽ പാടി എന്നുള്ളൊരു ബാനർ കിട്ടിയാൽ മതി. ആ ഒരു റേഞ്ചിൽ പിന്നെ അവർക്ക് പോവാം. പക്ഷെ ഞാൻ അതല്ല ആഗ്രഹിച്ചത്. എനിക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ എൻ്റെ ഒരു അത്യാഗ്രഹമാണ്. കാരണം എനിക്ക് സ്ഥിരമായിട്ട് ജാനകി പാടുന്ന പോലെയോ സുശീല പാടുന്ന പോലെ കുറേ ഗാനങ്ങൾ പാടണം എന്നൊരാഗ്രഹമായിരുന്നു. അല്ലാതെ ഒരു പാട്ട് പാടിയിട്ട് ഇങ്ങോട്ട് പറയും. പക്ഷെ അങ്ങനെ പാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈയിൽ പോയി സെറ്റിൽഡ് ആവണം. അപ്പൊ എൻ്റെ ജോലി എനിക്ക് പ്രശ്നമാവും, ജോലി പോകും. അതുകൊണ്ട് ഞാൻ ആ സംഗതി തന്നെ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഫിലിമിൽ എനിക്ക് അങ്ങനെ. ആകാശവാണിയിലെ ജോലിയാണ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഗായികയെ മലയാളിക്ക് നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ പറയാം. സത്യമാണ്. നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് പാട്ട് പാടി, നല്ല റേഞ്ചില് നല്ല ക്വാളിറ്റി പാട്ടുകൾ തന്നെയായിരുന്നു. അല്ല മാഷിന്റെ പാട്ടുകൾ സിനിമയിൽ കിടപിടിക്കത്തക്ക അത്രയ്ക്കും. നാടകഗാനങ്ങൾ പാടിയതെങ്കിലും ഓർമ്മയുണ്ടോ പാടാൻ പറ്റിയത്? വിരൽ നഖം പോലും ഞാൻ മലർ കൊണ്ടു മൂടിയിട്ടും കാമുകനായിരം കണ്ണ്, കരിമേഘക്കീറുകൾക്കിടയിലൊളിക്കുന്ന മതിലേഖയെന്നവൻ മൊഴിഞ്ഞു, മാരചേമന്തികയായി മറ്റൊരു മാരചേമന്തികയായി. കുറെ നാളായി എനിക്ക് പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല. ഞാൻ പിന്നെ അതായത് പിന്നെ എന്താ വെച്ചാല് ഞാൻ ഈ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോ പാട്ട് ഞങ്ങൾക്ക് ബാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വോയിസ് വേറെ കൊടുക്കാൻ പാടില്ല, വേറെ ഇൻകം ഏൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്കൊരു പിന്നെ എനിക്ക് പ്രധാനം എനിക്ക് എന്താന്ന് വെച്ചാല് എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോ ഇതാണ് എന്റെ തട്ടകം ആകാശവാണി. പക്ഷെ ആകാശവാണിയിൽ ഞാൻ അനൗൺസ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും വേറെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. കാരണം അവിടെ ഫീച്ചേഴ്സ് ചെയ്യാം, നറേറ്റ് ചെയ്യാം, കഥകൾ വായിക്കാം, നോവൽ വായിക്കാം, പിന്നെ നമ്മൾക്ക് വേറെ പ്രോഗ്രാംസ് ചെയ്യാം, ടെക്നിക്കലി കുറെ കാര്യങ്ങൾ പഠിക്കാം. ഇതിപ്പോ ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഒരു റൂമിൽ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ചെയ്യുന്ന വർക്കും കൂടി ചെയ്യണം. അത് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു കൺസോൾ ഓപ്പറേഷൻ മുഴുവൻ ചെയ്യണം. പ്ലസ് ഞങ്ങളുടെ ശരിക്കുള്ള ജോലി അനൗൺസ്മെന്റ് അത് ചെയ്യണം, സ്ക്രിപ്റ്റുകൾ എഴുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കതൊരു വലിയ ഇഷ്ടമായി. കാരണം ഇത്രയും നാൾ പാട്ട് പാടിക്കൊണ്ട് നടന്നല്ലോ, ഇനി എന്നിലുള്ള വേറൊരു കഴിവുണ്ട്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റുകൾ പലതരത്തിൽ എഴുതാൻ പറ്റും, എനിക്ക് ഭാഷ കിട്ടിയിരുന്നു, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അത് കൊള്ളാലോ, ഇത് ഇങ്ങനെ ചെയ്തു പോയാൽ നല്ലതാണല്ലോ എന്ന് അപ്പൊ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ചർവിതം പാട്ട് പാടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എന്നിലുള്ള വേറൊരു കഴിവ് എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അതിൽ ശരിക്കും മുഴുകി നിൽക്കുകയാണ് ചെയ്തത്. അതാണ് പാടാൻ പറ്റുക എന്ന വലിയ അനുഗ്രഹമാണ്. നല്ല പാട്ടുകൾ പാടാനേക്കാളും വലിയ അനുഗ്രഹമാണ്. രവീന്ദ്ര മാഷിന്റെ അദ്ദേഹം ക്ഷണിക്കാവുന്ന നിസ്സാരമല്ലല്ലോ. അദ്ദേഹത്തിന്റെ മലയാളത്തിൽ ഏറ്റവും നല്ല പാട്ടുകൾ മാഷിന്റെ സംഭാവന. ഒരു സംശയമില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. തന്നെ തോന്നുന്നുണ്ടോ? ഇല്ല, മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്കപ്പോ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, 28 കൊല്ലം ഞാൻ നല്ല വർക്കാണ് ചെയ്തത് ആകാശവാണിയിൽ. അത് എനിക്ക് എന്നിലുള്ള വേറൊരു കഴിവിനെ ഞാൻ വളർത്തിയെടുത്തു കൊണ്ടുവന്ന ഒരു വലിയ ജനപ്രിയമായി കൂടുതൽ ആൾക്കാരിലേക്ക് അല്ലേ, സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് ഒരു സംശയമില്ല. കാരണം എനിക്ക് റേഡിയോ ജീവിതം തന്നെ ആയിരുന്നു ഈ സംഗീത ജീവിതത്തിനേക്കാളും തൃപ്തികരം അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെയും പറയാം. കാരണം മറ്റതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു ഇതേ ഉള്ളൂ നമ്മൾക്ക്. ഇതല്ല, ഇത് സദാസമയവും നമ്മൾ അവരുടെ മനസ്സിലുണ്ട്. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ഇതനുസരിച്ച് ലിസണേഴ്സ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് കൺവേ ചെയ്യാം. ഞാനപ്പോ
എല്ലാവരും കേൾക്കുമ്പോൾ ഇങ്ങനെ പറയും, എന്ത് നല്ല ശബ്ദമാണ് ആ കുട്ടിയുടെ എന്ന് പറയും. അപ്പം ഞാൻ പറയും, എൻ്റെ ശബ്ദത്തിൽ ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ കുറെ കണ്ടന്റ് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതെന്തായാലും പറയാത്തത്. ഞാൻ ഗാന്ധി ദർശനമൊക്കെ ചെയ്യുമായിരുന്നു. അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശൈലി തന്നെ ഞാൻ മാറ്റിയെടുത്തിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ തരത്തിലെ അനൗൺസ്മെന്റ് എല്ലാം കൊടുത്തത്. കുറച്ച് ലൈവ്ലി ആക്കി, കുറച്ച് എനർജറ്റിക് ആക്കി, കുറച്ച് പ്ലസന്റ് മൂഡിൽ പ്രോഗ്രാം ചെയ്യാൻ ഫാസ്റ്റ് ആക്കി അനൗൺസ്മെന്റ് സ്റ്റൈല് തന്നെ മാറ്റി ഞാൻ ആകാശവാണിയുടെ. അപ്പൊ അത് എനിക്കത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എന്നാലും അങ്ങനെയായി വന്നു. പക്ഷെ അത് എനിക്കൊരു അനുഗ്രഹം കൂടിയായി. കാരണം ഇത് ആകാശവാണിനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ മിമിക്രിയിലൊക്കെ ആൾക്കാർ ആകാശവാണി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് മാറ്റണല്ലോ, അത് മാറ്റി കളയാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ശബ്ദത്തെ ഞാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് കുറച്ചുകൂടി നല്ല സ്വീറ്റ് ആണ് ശബ്ദം. എനിക്ക് അങ്ങനെ ഞാൻ ആദ്യമൊക്കെ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഫോളോ അപ്പ് ആയിരുന്നു ആ പഴയ ആൾക്കാർ ചെയ്ത ആൾക്കാർ. കാരണം നമുക്ക് വന്നതിന് ശേഷമല്ല, കാരണം അതാണല്ലോ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഇവിടെ വന്നാൽ തന്നെ ഇപ്പൊ വരുൺ അല്ലെ, വരുണിന്റെ കാര്യങ്ങൾ നോക്കിക്കണ്ട് അതേപോലെ ചെയ്യാനേ നോക്കുള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്നിൽ ആർട്ടിസ്റ്റ് ഉയർന്നു വരും. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള എനിക്കൊരു യുണീക്ക്നെസ് ഉണ്ടല്ലോ, അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കൊരു ഇതുണ്ടെങ്കിൽ ഞാനത് സെൻസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അരുണിന്റെ ഒരു നിഴലായിട്ട് മാത്രം പോകും, ഇല്ലേ? അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ആ പ്രൊഫഷൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ അനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി, ഭയങ്കരമായിട്ട് മാറ്റം. അപ്പം കൊച്ചി ആകാശവാണിയുടെ അവരുടെ ഗ്രാഫ് ഉയർന്നു, ലിസണേഴ്സ് കൂടി, ഭയങ്കര സർവേ നടത്തിയപ്പോൾ ഭയങ്കര ലിസണേഴ്സ് വർദ്ധിച്ചു. അവരെന്നെ പറയുന്നുണ്ടായിരുന്നു, തെന്നലേച്ചിയാണ് ആകാശവാണിയെ. അത് എനിക്ക് നന്ദിയുണ്ട് അതിൽ. അല്ല, അതിനുള്ളൊരു ഈ തുടക്കക്കാരി എന്ന രീതിയിൽ പിന്നീടുള്ള കാലങ്ങളുടെ ഒരു നവീകരണത്തിലുള്ള അന്തരീക്ഷം ആകാശവാണി ഉണ്ടായിരുന്നു. തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാങ്കേതികമായ മികവുകൾ ഇല്ലാത്തൊരു കാലത്താണ് ഇതെല്ലാം ചെയ്തത്, അല്ലേ? അല്ല, അവിടെ ഇത് ഫ്രീക്വൻസി മോഡുലേഷൻ FM ആണല്ലോ. ഫ്രീക്വൻസി മോഡുലേഷനിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി അപ്പൊ ഈ പ്രൈവറ്റ് FM ഇങ്ങനെ കടന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരിങ്ങനെ ആദ്യം അവർക്ക് കണ്ടന്റ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു, ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള കുറെ ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയാണ് ഞാൻ അതിനെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഫിലിം സോങ്സ് പ്രസന്റേഷൻ്റെ ഒക്കെ എല്ലാം ഞാൻ വ്യത്യാസപ്പെടുത്തി, നറേഷൻ എല്ലാം വ്യത്യാസപ്പെടുത്തി, അനൗൺസ്മെന്റ് രീതി മാറ്റി. അതാണ് അന്ന് സഹായകമായിട്ട് ആകാശവാണിയിൽ തന്നിലൊപ്പം നിന്നിട്ടുള്ളത്. ഇല്ല, അങ്ങനെ ഇല്ല. എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഒരു വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ, അയാൾ വളർന്നു പോവാണെങ്കിൽ നാച്ചുറലി ഒരു ജലസാധ്യത ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ അന്നേരം അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ആ സമയത്ത് എനിക്കതൊന്നും എനിക്ക് എന്റെ കരിയർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ട്രാൻസ്ഫർ ഒക്കെ വന്നത്. എന്നെ ട്രാൻസ്ഫർ ചെയ്തു. കാരണം ഞാൻ തൃശ്ശൂർക്ക് വിട്ടു, പിന്നെ ദേവികുളത്തേക്ക് വിട്ടു. അതെല്ലാം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളാണ്. കാരണം ഞാൻ സ്റ്റേഷനേക്കാളും, കാരണം എവിടെ ചെന്നാലും, ഏത് സ്റ്റേഷനിലും അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ പോലും എവിടെയെങ്കിലും ചെന്നാൽ എവിടെയാണ് വർക്ക് ചെയ്യണത്, ഞാൻ ആകാശവാണി കൊച്ചി FM ഡയറക്ടറാണ്. അവിടെ ഇല്ല തെന്നൽ എന്ന് പറയും. അപ്പൊ അവിടെ ആ സ്റ്റേഷൻ ഡയറക്ടറിന്റെ മേലെ നിന്നുകൊണ്ട് അവർ ചോദിക്കുവാണ്. അപ്പൊ അതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊന്നും എനിക്ക് കാര്യമായിരുന്നില്ല. എനിക്ക് അതൊന്നുമല്ല വിഷയം. എനിക്ക് എന്റെ കരിയർ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു. അങ്ങനെ ഒരു പോസിറ്റീവായ ചിന്താഗതി അക്കാലങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ പതറിപ്പോകും. സാധാരണ വല്ലാതെ പതറിപ്പോവും. നമ്മുടെ പ്രതീക്ഷകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. തെന്നൽ എങ്ങനെയാണ് അത് അതിജീവിച്ചത്? എനിക്ക് കുറച്ച് ഇൻബോൺ ഇതുണ്ടായിരുന്നു. എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു. അതും ഉണ്ട്. പിന്നെ ഞാൻ സെയിന്റ് റിസസിലാണ് ഞാൻ കോളേജ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്വഭാവ രീതി എനിക്ക് കിട്ടിയിരുന്നു. അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന, ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ എന്നിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും എന്നിലുള്ള കഴിവുകൾ തിരിച്ചറിയാനും ഞാൻ എന്താണ്, എന്നിലുള്ള പരിമിതികൾ എന്താണ് എന്നുള്ളതിൽ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് എന്നെ അതിൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല. കാരണം ഫാമിലി ഉള്ള ഒരു സ്ത്രീ എപ്പോഴും അവര് കുടുംബത്തിൻ്റെതായ ബാധ്യതകൾ, അതിൽ അവർക്കൊരു റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുണ്ടാവും. അപ്പൊ അവർക്ക് ഇതിലേക്ക് കൂടുതൽ അവർ എന്ത് പ്രൊഫഷൻ ചെയ്യുന്നു അവർക്ക് അതിലേക്ക് കൂടുതൽ
കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അതൊരു സ്ത്രൈണമായിട്ടുള്ള വികാരം കൂടിയാണ്. കാരണം അപ്പോൾ അവൾക്ക് കുടുംബമാണ് വലുത്, ഭർത്താവാണ് വലുത്, കുട്ടികളാണ് വലുത്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്, അത് സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തെ ഇത് മിസ്സാവുകയാണ്. അങ്ങനെ മിസ്സായി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ടാലന്റഡ് ആയിട്ടുള്ള കുറെ സ്ത്രീകളുണ്ട്. അത് ദേ ആർ വെരി അൺലക്കി. എനിക്ക് അപ്പൊ ഞാൻ ഭാഗ്യവതിയാണ്, എനിക്ക് കുടുംബം, എനിക്കപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നും ഇനി വീട്, എനിക്ക് ജോലിക്ക് പോകണം, വെറുതെ വീടടച്ചിട്ട് പോന്നാൽ മതി. എനിക്ക് അവിടെ വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് ആലോചിക്കാൻ കാര്യം എനിക്ക് ഒന്നാമത്തെ ഞാൻ ഈ മെഡിറ്റേഷൻ ഇതിൽ വന്നപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എനിക്ക് കുടുംബജീവിതം ശരിയാവില്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട്. കുടുംബജീവിതത്തിൽ വന്നാൽ സ്ത്രീകളുടെ ഒരുപാട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് വേണ്ടാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുടുംബജീവിതത്തിലെ വന്നാൽ ഐ വിൽ ബി വെരി ഹോംലി. പിന്നെ എനിക്ക് കുടുംബമായിരിക്കും ഏറ്റവും വലുത്. അപ്പൊ എനിക്ക് ഇതിലൊന്നും അങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റില്ല. അതുമല്ല, എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇതാണ്. ഇനിയിപ്പോ രണ്ടാമതൊരു ജോലി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നൊന്നും. തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്താണ്. അപ്പൊ നമ്മൾ അല്ല, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, എനിക്ക് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്നുള്ള എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ഒരാൾ തന്നെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ഒരാൾ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അയാൾക്ക് വേണ്ടിയുള്ള കാപ്പി പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുക, അല്ല ഫാമിലിക്ക് വേണ്ടി ഒരു സ്ത്രീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക. സാധാരണ മിക്കവാറും എല്ലായിടത്തും അങ്ങനെ. ഇപ്പോഴും മാറിയിട്ടുണ്ട് കേട്ടോ, ഇപ്പം മാറിയിട്ടുണ്ട്. ഒരു പുരുഷന്മാരെല്ലാം നല്ലോണം സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാം പറഞ്ഞൊക്കെ പോവുമെങ്കിലും അവർ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ആ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവിടെ ഒരുപാട് ഈ സ്ത്രീകൾ ഒരുപാട് ഞെരുങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നല്ല ആളാണ് നമുക്ക് പാർട്ട്ണറായിട്ട് വരണമെങ്കിൽ ഓക്കെ, നല്ലതായിരിക്കും. അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അയാൾ നമ്മളെ എൻകറേജ് ചെയ്യും, നമുക്കതൊരു സുഖമായ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഞെരുങ്ങി പോകും, ഭയങ്കര കഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് കുടുംബജീവിതത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റത്തെ അംഗീകരിക്കാൻ തന്നെ തയ്യാറായില്ല. ഇല്ല ഇപ്പോഴങ്ങനെ പിന്നീട് ഇല്ല. ഇപ്പോഴും ഞാൻ ആ ഇതിൽ തന്നെ. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫ്, ഒരു സാധാരണ മനുഷ്യരാണ് നമ്മളല്ല. നമുക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, ഭാര്യ ഭർത്താവ്, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ ജീവിതത്തിന്റെ ഒരു കൂടുതൽ മനോഹരം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്യത്യസ്തമായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൽ ചേർന്ന് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ ഡോമിനേഷൻ എനിക്ക് ഇഷ്ടമല്ല. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടുപേരുടെയും കാരണം ഭരണം ഒരു കുടുംബത്തിൽ ഒരിക്കലും ശരിയല്ല. എപ്പോഴും സ്നേഹമായിട്ട് പോകുന്ന ഒരവസ്ഥയിലെ ഒരു കുടുംബം ഭദ്രമായിട്ട് പോകുള്ളൂ, വിജയകരമായിട്ട് പോകുള്ളൂ. അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു ബാധകല്ല. ഒരുപക്ഷെ ജോലി തന്നെ കളഞ്ഞിട്ട് വേണമെങ്കിൽ കുടുംബം നോക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാഷ് ഉണ്ടാവും. ക്ലാഷ് ഉണ്ടായാൽ പിന്നെ കുടുംബത്തെക്കാളേറെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഈ ജോലിയായിരുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ദാറ്റ് വാസ് മൈ ഡെസ്റ്റിനി. എന്റെ വിധി അതായിരുന്നു. അങ്ങനെ വന്നു. ഞാൻ വിധിയെ പറ്റി പറയുന്നല്ല കേട്ടോ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയല്ല. ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇറ്റ് ഹാപ്പൻഡ്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തെരഞ്ഞെടുത്തതൊന്നുമല്ല. ഒരിക്കലും നമുക്കൊരു ജീവിത പങ്കാളി വേണം, ഒരു സഹയാത്രികൻ. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം എനിക്കൊരു ഒരുപാട് സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദനകളൊക്കെ വരുമ്പോൾ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ആരെങ്കിലും നമ്മളായിട്ട് വിഷമിപ്പിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. നാച്ചുറലി ഹ്യൂമൻ ലൈഫാണ്, ഉണ്ടാവും. ആ സമയത്ത് എനിക്കൊന്ന് തലചായ്ക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തലചായ്ക്കാൻ ഒരാൾ, ഒരു തോൾ വേണം എന്ന് തോന്നുന്ന സമയങ്ങളുണ്ട്, ഉണ്ടാവാറുണ്ട്. പക്ഷെ നോ ചാൻസ്. എൻ്റെ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഈ ആകാശവാണിയിലെ ജീവിതം നമ്മുടെ പുറമേ കാണുന്ന ശബ്ദവും സൗന്ദര്യവും മാത്രമല്ല, വളരെ സങ്കീർണമായ വളരെ ടെൻഷനുള്ള ജോലിയാണ്. അതിനൊക്കെ എങ്ങനെ ഈ യോഗയും മെഡിറ്റേഷനൊക്കെ ആയിരുന്നു? തീർച്ചയായിട്ടും എന്നത് വളരെയധികം അതാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. അത് കാരണം ടെൻഷനാണ്. കാരണം നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഈ സ്ക്രിപ്റ്റ് ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, എനിക്ക് പിന്നെ വേറൊരു അനുഗ്രഹം ഉണ്ടായത്, ഞാൻ പറഞ്ഞില്ല, 5ാം ക്ലാസ്സോടെ ഞാൻ മൈക്ക് ഫ്രൈറ്റ് എനിക്കില്ല. അന്ന് തുടങ്ങി പാടി തുടങ്ങിയതാണ്. അപ്പം മൈക്ക് ഫ്രൈറ്റ് ഇല്ല, ഓഡിയൻസ് ഫ്രൈറ്റ് ഇല്ല.
അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. 32ാമത്തെ വയസ്സിലാണ് ഞാൻ പിന്നെ അപ്പൊ എനിക്ക് മൈക്കിന് പേടിയേ ഇല്ല. എന്താന്ന് എനിക്ക് അങ്ങനെ തന്നെ പേടിയെ, അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞ സാധനം എന്റെ ലൈഫിൽ ഇല്ല. അപ്പൊ ഇത് ചെയ്യുമ്പോ ഞാൻ വളരെ നമ്മള് അതിലാണ്, പിന്നെ പൂർണ്ണമായിട്ട് അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പരാജയം ഉണ്ടാവില്ല. ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പൊ തെന്നലൊക്കെ ഗാനമേളകളിലൊക്കെ പോകുന്ന സമയത്ത് നാടക സ്ത്രീകള്, രാത്രികാലങ്ങളിൽ സ്റ്റേജുകളിൽ പോകുന്ന സ്ത്രീകള് നല്ല സ്ത്രീകളല്ല, മോശക്കാരാണ് എന്നൊക്കെ ഒരു സങ്കല്പവും വിശ്വാസവും ഒക്കെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ പഴിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്, ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും ഞാൻ പറഞ്ഞു, ഞാനൊരു ഗ്രാമത്തിലാണ്, ബോൾഗാട്ടി എന്നുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ ഗ്രാമ്യമായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലി വളർന്നു വന്നത്. അച്ഛൻ എല്ലാ മക്കളെയും പഠിപ്പിച്ചു, ടൗണിലേക്ക് അയച്ചു. അപ്പോൾ അവർക്കൊക്കെ അവരിൽ നിന്നൊക്കെ ഞാൻ വേറിട്ട് പോയി, ഞങ്ങളുടെ കുടുംബം തന്നെ വേറിട്ട് പോയി. പിന്നെ മാത്രമല്ല, എനിക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായി. ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പഠനകാലം, നഗരത്തിലൊരു ജീവിതം, ഞാൻ 8ാം ക്ലാസ് തുടങ്ങി നഗര ജീവിതം അനുഭവിച്ചു തുടങ്ങി. ബാല്യകൗമാരങ്ങളെല്ലാം നഗരത്തിന്റെ ഭാഗമാണ്. അല്ല, ഞാൻ നഗരത്തില് പ്രവേശനം ചെയ്തു കഴിഞ്ഞു. കാരണം അതിനു മുൻപ് തന്നെ ഗാനമേളയ്ക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും ആ ബന്ധം, അതുകൊണ്ട് എനിക്ക് അതൊരു പ്രത്യേകമായി. കൊച്ചിയുടെ പശ്ചാത്തലത്തിലെ ജീവിതമായിരുന്നില്ല എങ്കിൽ ഇപ്പൊ ഇടുക്കിയിലോ അതുപോലെ ഒരു വളരെ ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളിലായിരുന്നു ഇതുപോലെ ലൈഫ് ഉണ്ടാകും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മ പ്രോപ്പർ കൊച്ചിയാണ്. പക്ഷെ കൊച്ചി അതിന്റെ ഭാഷ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. കൊച്ചി സ്ലാങ്ങിലല്ല ഞാൻ സംസാരം. അന്നേ അമ്മ ഞങ്ങൾക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു കൊച്ചി സ്ലാങ്ങിൽ സ്ലാങ് ഒന്നും അമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അവർക്ക് 4 വരെ പഠിച്ചുള്ളൂ. പക്ഷെ അവര് ബനിയൻ ഈ ജൈനന്മാരുടെ സ്കൂളിലാണ് അമ്മ പഠിച്ചത്. അപ്പൊ അവർക്ക് കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. എന്നെ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിച്ച എൻ്റെ അമ്മയാണ്. പക്ഷെ അവർ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവര് അന്ന് അമ്മ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു, മലയാളം പറയുമ്പോൾ ഇങ്ങനെ ഭാഷ പറയുമ്പോൾ നീട്ടിക്കുറുക്കി ഈ കൊച്ചി ഇതിലൊന്നും സംസാരിക്കരുത്, വ്യക്തമായിട്ട് സംസാരിക്കണം. അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് സുമേരൻ എന്നെ കേൾക്കാൻ എന്താണ് തെന്നൽ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് ചോദിക്കേണ്ട ഒരു ഗതികേടില്ല, വരില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു സെന്റൻസിൽ ഞാൻ തുടങ്ങുന്ന ആ വാക്കില് ആ ലാസ്റ്റിലുള്ള ആ വാക്ക് പോലും നിങ്ങൾക്ക് ഒഡീബിൾ ആണ്. നിങ്ങൾ എന്താ തന്നെ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല എന്ന് ഫെയ്ഡ് ഔട്ട് ആവില്ല. അപ്പൊ ആ ഒരു ശീലം വ്യക്തമായിട്ട് പറയൂന്ന് അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വ്യക്തമായിട്ട് സംസാരിക്കണം, നല്ല ഭാഷ സംസാരിക്കണം, അക്ഷരസ്ഫുടത വേണം എന്നൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞു തന്നിരുന്നു. പിന്നെ അവർക്ക് അന്നേ ഉണ്ടായിരുന്നു അതൊക്കെ. അച്ഛൻ നല്ല ഭാഷയിലൊക്കെ സംസാരിക്കുക, അതെല്ലാം വലിയ അനുഗ്രഹമായി. തീർച്ചയായിട്ടും അതെ, തീർച്ചയായും. പിന്നെ അതെല്ലാം മിക്കവാറും 100% അച്ഛനെയൊക്കെ പിഴിഞ്ഞെടുത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയുടെ അവരുടെ ജീവിത രീതി, അവരുടെ അതെല്ലാം ഞാൻ ശരിക്കും ഗ്രാസ്പ് ചെയ്തെടുത്തിരുന്നു. അതാണ് എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. ഈ ശബ്ദത്തിന്റെ ഒരു മനോഹാരിത നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള എന്താണ് അതിന് ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്. ഇപ്പോഴും ചെയ്യുന്നില്ല? ഇല്ല. അത് ഇപ്പോഴും എനിക്ക് പറ്റും എൻ്റെ ശബ്ദം ഇങ്ങനെ തന്നെ നിൽക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ബേസിക്കലി ഐ എം എ സിംഗർ, ബ്ലെസ്ഡ്, ഓക്കെ. പക്ഷേ അത് കളയാനായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉറക്കെ ആക്രോശം അങ്ങനെയുള്ളതൊന്നും ഇല്ല. പിന്നെ എനിക്ക് പൊതുവേ തന്നെ എനിക്ക് ഈ ഐസ് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. തണുത്ത വെള്ളം എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് കുടിക്കാത്തത്. അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല ഞാൻ. മീറ്റ് അധികം എടുക്കില്ല, നോൺ ഒന്നും അധികം കഴിക്കില്ല, പാല് ചേർന്ന ഭക്ഷണങ്ങൾ പാനീയങ്ങളൊന്നും അധികം കഴിക്കില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് കേട്ടോ. അല്ലാതെ പിന്നെ ഇപ്പൊ കൂടുതലൊന്നും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഫാറ്റ് കൂടാതിരിക്കാനായിട്ടുള്ള അത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഐസ്ക്രീം ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ക്വാളിറ്റി ഐസ്ക്രീം വേണ്ട കേട്ടോ. അല്ലാതെ കിട്ടിയാൽ ഞാൻ അതിനുവേണ്ടി അന്വേഷിച്ചൊന്നും പോവാറില്ല. കിട്ടിയാൽ എനിക്ക് ആരെങ്കിലും പരിപാടിയൊക്കെ പങ്കെടുക്കുമ്പോൾ കഴിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ചടങ്ങുകൾക്കൊന്നും അധികം പോവാറില്ല. ഒരു ഏകാഗിയായിട്ട് ഒതുങ്ങിയുള്ള ജീവിതമാണ് അല്ലേ? എനിക്ക് ആ ലൈഫാണ് ഇഷ്ടം. എനിക്ക് ക്രൗഡ് അധികം ഇഷ്ടം. വായന, എഴുത്തും ഉണ്ട്. വായനയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയാൻ പറ്റില്ല, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ 28 വർഷം. അതിനുശേഷം വിരമിച്ച ശേഷം പിന്നെ എന്തൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ചാനൽസിൽ ഇതുപോലെ തന്നെ ഇന്റർവ്യൂസ് എടുക്കും, ഞാൻ ഇന്റർവ്യൂ ചെയ്യും, അങ്ങനെ ചില ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് വായന തന്നെയാണ്. അത് ഞാൻ വായിക്കുന്നത് എന്റെ ഇഷ്ടമുള്ള ഉണ്ട്. അതെന്നെ അച്ഛനാണ് ശീലിപ്പിച്ചതെന്ന്. ഈ പറഞ്ഞ പോലെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് വായന. അച്ഛനാണ് പഠിപ്പിച്ചത്, വായിക്കണം,
ധാരാളം വായിക്കണം, വായിക്കുന്ന എപ്പോഴും നല്ലത് തന്നെയാണ് എന്നുള്ള പഠിപ്പിച്ച ഭാഷയുടെയും പദപ്രയോഗങ്ങൾക്കൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വായനയിൽ കൂടി തന്നെ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കാനൊക്കെ തോന്നുമല്ലോ, അതും ഞാൻ ചെയ്യുന്നുണ്ട് തൽക്കാലം. ഇപ്പൊ ആകാശവാണിയൊക്കെ ഇപ്പൊ പുതിയ മുഖങ്ങളിലായി, പുതിയ ആവിഷ്കാരങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നു. 28 വർഷം മുമ്പുള്ള ആകാശവാണിയുടെ അല്ലെങ്കിൽ FM-ന്റെ ഒക്കെ ഒരു വളരെ പരിമിതമായ സാഹചര്യമായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വിശാലമായൊരു ലോകത്തേക്ക് പറന്നു വരാൻ, ആൾക്കാരിലേക്ക് എത്താൻ കഴിഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ വ്യത്യസ്തമായ രീതിയിലൂടെ എന്തും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പൊ എന്നെ ഒരു സുമേരൻ ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റാഫായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ ചെയ്തതിൽ നിന്നും ഈ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എവിടെയാണെങ്കിലും അത് തന്നെയാണ് ഞാൻ ആകാശവാണിയിലും ചെയ്തത്. എനിക്കെന്ത് പുതിയതായിട്ടുള്ള തെന്നലിന് വാട്ട് ഇസ് തെന്നൽ ഡൂയിങ് എന്ന് എനിക്കുണ്ടാവും. അങ്ങനെ ഒരു ഇത് വ്യത്യസ്തമായ രീതിയിൽ എല്ലാം ചെയ്യാം, എല്ലാം എന്താണെങ്കിലും. ഇപ്പൊ എന്നെ ഒരു സ്വീപ്പറായിട്ട് ഇവിടെ ആക്കിയാലും ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വീപ്പർ ആയിരിക്കും. അങ്ങനെ അതാണ് എന്റെ ഒരു പോളിസി. കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവാ. ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള പരിമിതികളോ അല്ലെങ്കിൽ അതിന്റെ സമ്മർദ്ദങ്ങളിലൊക്കെ പെട്ടുപോകുന്നൊരു ജീവിതം ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കഴിവിൻ്റെതല്ല, കഴിവുള്ള ഒരാളുടെ സ്വാഭാവിക അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാകാം. അതല്ലാതെ സ്ത്രീ എന്ന രീതിയിൽ ഇല്ല, അങ്ങനെ അത് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. പക്ഷെ കാരണം ബിക്കോസ് ഞാനൊരു സ്റ്റാഫ് അനൗൺസർ ആയിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ അതിന് കവിഞ്ഞു വന്നപ്പോ അത് സ്ത്രീ എന്നുള്ള നിലയിലായിരുന്നില്ല, ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രാൻസ്ഫേർഡ് ആയത്. ഞാൻ പറഞ്ഞില്ല, എന്നെ തൃശ്ശൂർക്ക് ദേവികുളത്തേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അർഹിക്കുന്ന, ബിക്കോസ് ഞാനായിരുന്നു അവിടെ റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായി വന്ന ഒരേ ഒരു അനൗൺസർ ഞാനായിരുന്നു. ഞാനാണ് കൊച്ചിയുടെ അനൗൺസർ എന്ന് പറയാം. കാരണം ഞാൻ അവിടുത്തെ പോസ്റ്റിന് വേണ്ടി എഴുത്തു പരീക്ഷ എഴുതി, ഇന്റർവ്യൂ എടുത്തു, ഓഡിഷൻ എടുത്തു വന്നത്. മറ്റു കൂടെ ഉണ്ടായിരുന്നവരൊന്നും അങ്ങനെ വന്നവരല്ല, അവർ ട്രാൻസ്ഫർ ആയിട്ട് വന്നതായിരുന്നു. സഹപ്രവർത്തകർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് അതിനൊന്നും, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലികളൊക്കെ ഇല്ല. സപ്പോർട്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു അക്കാലത്ത് ഒരു കൈപ്പേറിയ അനുഭവം പോലെ ഇപ്പോഴും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന മുറിവുകൾ ഉണ്ട്. അത് ഞാനിപ്പോ ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്, ബിക്കോസ് അത് മറ്റു പലരെയും വേദനിപ്പിക്കും. സ്വാഭാവികം നമ്മളെ വേദനിച്ചൊരു ഓർമ്മ, വേദനയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും ഇത്രയും കാലത്ത് ഒരു ഇത് തന്നെയാണ് ഏറ്റവും എന്നെ വേദനിപ്പിച്ചത്. കാരണം ഞാൻ കൊച്ചിയിലെ ഒരു വേര് ഉള്ളൊരു സ്ത്രീയാണ്. എനിക്ക് അതുമല്ല ഞാൻ കാരണം കൊച്ചി വളർന്നു വന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ ഞാൻ അവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ അവിടെ നിന്ന് മാറ്റിയെന്നല്ലോ. കാരണം എനിക്ക് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാവരെയും നമ്മളങ്ങനെ പറയില്ല, എനിക്ക് ആരും ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പ്രശസ്തിയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റില്ല. സുമേരനാണെങ്കിലും ഇവിടുത്തെ കുട്ടികളാണെങ്കിലും എല്ലാവരും യൂണിവേഴ്സ് നമ്മൾ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു സഹായം ഇല്ലാതെ ഞാൻ ജീവിക്കുന്നില്ല, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതില്ലാതെ നിങ്ങളും ജീവിക്കുന്നില്ല. അത് കണക്റ്റഡ് ആണ്, അത് ഒരൊറ്റ ചെയിനിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ആരുടെ ആശ്രയം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ഇതിൽ ഞാൻ നിന്നിട്ടില്ല. പക്ഷെ ഈ നിന്ന ആൾക്കാർ അവരെന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് വേദനകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ കഴിവാണ് പലപ്പോഴും എന്നെ ആ വിധത്തിലാക്കിയത്. വ്യത്യസ്തമായ അതാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് കല്യാണം കഴിക്കില്ല. എത്ര ഒരു 10,000 സ്ത്രീകളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാതെ ജീവിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ പ്രേമ നൈരാശ്യമായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് മാരീഡ് ലൈഫ് വേണ്ട. പ്രണയം ഉണ്ടായിട്ടില്ല. ഇല്ല, എന്നെ പ്രേമിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലെറ്റേഴ്സ് ഒക്കെ ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട്. അത് എന്റെ ശബ്ദത്തിന്റെ ഒരു ഇതില് ഒരുപാട് പ്രണയ ലേഖനങ്ങളും പ്രണയ അഭ്യർത്ഥനകളും ഉണ്ടായിട്ട്, കല്യാണാലോചന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പൊ ഒക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരേ ഒരു എന്റെ കരിയർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്റെ ജോലി. കാരണം അത് ഇറ്റ് വാസ് ക്രിയേറ്റീവ്.
അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ജോലി എന്നാണ് ഇത്തരം ചില ദുരനുഭവങ്ങളും ഉണ്ടായതല്ലേ? അത് തീർച്ചയായിട്ടും അതെ. അതിപ്പോഴും വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതൊക്കെ വിട്ടു. അതൊക്കെ എന്റെ ജോലി തന്നെ ഞാൻ വിട്ടു. ആ ഒരു അവസ്ഥ തന്നെ, ആ 28 വർഷം തന്നെ ഞാൻ മറന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുതുമയിൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഐ മീൻ 2024. അപ്പൊ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് വിചാരിച്ചിരുന്ന എനിക്ക് എന്റെ 2024 നഷ്ടപ്പെടും. അതാണ് അറ്റ് പ്രസന്റിൽ ജീവിക്കുന്നത്. പിന്നീട് ആകാശവാണിയിലേക്ക് പോകാൻ വന്നിട്ടുണ്ട്. എനിക്ക് സുഭാഷിതം ഞാനിപ്പോ ഇടയ്ക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കാഷ്വൽസിന്റെ പാനലിന് അവർക്ക് ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കാറുണ്ട്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫാക്കൽറ്റി ആയിട്ട് വിളിക്കുക, കോളേജസിൽ എന്നെ വോയിസ് ട്രെയിനിങ് ക്ലാസ്സിന് വിളിക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രഭാഷണങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ എനിക്കിപ്പോഴും ഐ എം എനർജറ്റിക്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് എൻ്റെ വോയിസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എനിക്ക് കുറേ ഇൻവെസ്റ്റഡ് ആണ്, എനിക്ക് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട്. അവർ അതിനൊരു വേദി കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ സുമേരനോട് വന്ന് ചോദിച്ചാൽ സുമേരൻ അത് തന്നെ നാളെ പറയാം, മറ്റന്നാൾ പറയാം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാറില്ല. പക്ഷെ എന്നെ വിളിച്ചാൽ ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്യാറുണ്ട്, തയ്യാറാണ്. ഈ ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം അന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതെ, ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒറ്റയ്ക്കിട്ടുള്ള ജീവിതം തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ കണക്റ്റഡ് ആണ്, എല്ലാവരുമായിട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചലച്ചിത്ര മേഖലയുടെ നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഈ ചലച്ചിത്രോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുക, സംഘാടകയാണ്. അതൊക്കെ ഉണ്ട്. പിന്നെ സ്വതന്ത്രമായ നിലപാടുണ്ട്, സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു ഉപാധികളും ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സിനിമയുടെ ഭാഗമാകുന്ന സിനിമ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും എന്താ സംശയം. ഇപ്പൊ സിനിമയിൽ നടക്കുന്ന, ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെ കുറിച്ചൊക്കെ എന്താ പ്രതികരണം? അതിനെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത്? സ്വാഭാവിക സ്ത്രീ എന്ന രീതിയിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വാഭാവിക പ്രതികരണം ഉണ്ട്. എനിക്ക് ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴുള്ള ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഉണ്ടായതല്ല, ഇല്ലേ? ഇവര് ഒരു 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ മുൻപുള്ള ഇത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മൂർച്ച കൂട്ടി കൊണ്ടുവന്ന് നടക്കുന്നത്, ഇല്ലേ? ഞാൻ പറഞ്ഞ അവരെന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? എനിക്ക് എന്റെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് അന്ന് പ്രതികരിക്കാതിരുന്നു മാത്രല്ല, ആ ഒരു സംഭവം വെച്ചിട്ട് അവരുടെ ചവിട്ടുപടികൾ കയറി മുന്നോട്ട് വന്നു, മുകളിലേക്ക് വന്നു, ഫെയിം ഉണ്ടായി, പണം ഉണ്ടായി, ഇല്ലേ? അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തി. പിന്നെ അവർ പറയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഇത്. പക്ഷെ ഞാൻ പറയണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഇല്ലേ? എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ബേസ്മെന്റ് വേണം. എനിക്ക് കുറച്ച് പോളിസീസ് വേണം, സത്യസന്ധത വേണം, വിനയം വേണം, അഹങ്കാരമില്ലായ്മ വേണം. അതിനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാനൊരു സിനിമ ആക്ടറായിട്ട് വരണമെങ്കിൽ എനിക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഡാൻസ് പഠിച്ചിരിക്കണം, ആക്ടിങ്ങിന്റെ ടെക്നിക്സ് പഠിച്ചിരിക്കണം, ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, മറ്റുള്ളവരോട് പെരുമാറാനുള്ള ഇത് വേണം, ഇല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലാതെ നമ്മൾ ഇതിലേക്ക് വന്ന് വീഴുന്ന കാര്യങ്ങളാണ് ഈ സംഭവിച്ചതെല്ലാം. പക്ഷെ അവരിതിന്റെ എങ്ങനെയാണെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞൊക്കെ വന്ന് വീണുപോകും അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സംശയം, ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ അവരെന്തുകൊണ്ട് അന്ന് പ്രതികരിക്കാതെ ഇന്ന് ഇതിനെപ്പറ്റി എടുത്തുകൊണ്ട്, കാരണം ഫിലിം ഇൻഡസ്ട്രി ഇസ് എ ലാർജ് ഇൻഡസ്ട്രി, ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതിനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് അതിനെല്ലാം കൂട്ടുനിന്നുകൊണ്ട് പിന്നെ ഒരാളെ അല്ലെങ്കിൽ 2 ആളെ 3 ആളെ അല്ലെങ്കിൽ ചിലപ്പോൾ 99 പേരും തെറ്റുകാരായിരിക്കാം, അങ്ങനെ മാറ്റി നിർത്തിയെന്നാൽ ഈ ഇൻഡസ്ട്രി പോവാണ്. അതിന് നിലനിർത്താൻ വേണ്ടി എന്ത് വിഷവും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിന് ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷെ അന്ന് അവരതിനെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുകയും അതിന്റെ എല്ലാ അനുഭവങ്ങളെല്ലാം അനുഭവിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞെന്നാൽ ഇപ്പൊ സംഭവിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പോയിസൺ ഇഞ്ചക്ഷൻ ആണ്. അത് ചെയ്യാൻ പാടില്ല, ആ ഇൻഡസ്ട്രി തകർന്നു പോകും. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് പൊതുജനം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ എന്നെ തെന്നൽ എന്നൊക്കെ എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നൊരു സമയം ഉണ്ടായിരുന്നു ആകാശവാണിയിൽ. ഇപ്പൊ എവിടെ അവരാരും ഇല്ല. അപ്പൊ ഞാൻ അതുകൂടി പണ്ടേ അനുഭവിച്ചിട്ടുള്ളതാണിത്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ ചിന്ത എന്നെ നല്ലോണം വേട്ടയാടിയിരുന്നു. കാരണം അവരൊക്കെ അന്ന് പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ, ഞാൻ ചില സമയത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ എനിക്കിപ്പോൾ ആരുമില്ല എന്നുള്ള ആ ഒരു ലോൺലിനെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും.
അപ്പൊ ഞാൻ പറയണ അത് അവരന്ന് പ്രതികരിക്കണമായിരുന്നു. ഇത് ഇവിടെ മാത്രമല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ സൊസൈറ്റിയിൽ സെക്സ് ഈസ് എ സിൻ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സെക്സ് ഒരിക്കലും ഒരു സിന്നല്ല. അത് എൻജോയ് തമ്മിൽ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, അത് ആസ്വദിക്കട്ടെ, അനുഭവിക്കട്ടെ. പക്ഷെ അത് പിന്നീട് അത് അനുഭവിച്ചുകൊണ്ട് പിന്നീട് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യും, ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നല്ലോണം ഉള്ളൊരു ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് കാരണം അവിടെ ഇമോഷൻസ്, കാരണം എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. പിന്നെ അതിനുള്ള കുറെ പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സെഡേറ്റീവ്സ്, ലിക്കർ, അങ്ങനെയുള്ള ഇതെല്ലാം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവരതിന് അടിപ്പെട്ടിരിക്കുക. ഞാൻ ഇപ്പം മാത്രമല്ല, ഇത് പഴയ ഉള്ള കാരണം. ഞാൻ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ലളിത പത്മിനി രാഗിണി, അപ്പൊ ലളിതേച്ചി എന്നെ വന്നിട്ട്, മരിച്ചുപോയി, ലളിതേച്ചി എന്നെ വന്ന് ഹഗ് ചെയ്തു. ഞാൻ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞിട്ട്, ഞാൻ സെന്റിനറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, സെന്റിനറി അല്ല, വലിയൊരു ഞങ്ങളുടെ ഒരു കോളേജിന്റെ ഒരു ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലളിതേച്ചി എന്നെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പം മദ്യം മണക്കുന്നു. ഞാൻ ദൈവമേ, അപ്പൊ നമ്മൾ അന്നൊക്കെ കുട്ടികളാണല്ലോ, അയ്യോ സ്ത്രീകൾ മദ്യപിക്കേ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പൊ അന്നും ഉണ്ട് ഇത്, ഇന്നും ഉണ്ട്. അന്നത്തെ ഇതിൽ അവരതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പലരും, ഞാൻ ഇപ്പൊ ഓരോരുത്തരുടെ കഥകൾ നമ്മൾ റീൽസിലൂടെ കാണുന്നുണ്ടല്ലോ, പലരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ പലതും അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത്. അപ്പൊ നമ്മൾ കാണുന്നതൊന്നുമല്ല അവർ. അപ്പൊ അവർ ഇത് ടെക്സ്റ്റൈൽ ഇതിലില്ലേ, എല്ലായിടത്തും ഇല്ലേ, എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഇതിനെ മാത്രം ഇങ്ങനെ ഞാൻ സുമേരൻ ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ സ്വയം അറിഞ്ഞിരിക്കണം. ഞാൻ ആ കല്ലെറിയാൻ യോഗ്യയാണോ എന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും എന്നെ ഞങ്ങളെ ഇന്നലെ വരെ പൊക്കിക്കൊണ്ട് നടന്നു, ഒറ്റ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ താഴേക്ക് ഇറങ്ങി. അത് ചെയ്യാൻ പാടില്ല. അത് പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ എന്നെ പൊക്കിക്കൊണ്ട് നടന്നിരുന്നൊരു സമയത്തും ഞാൻ മനസ്സിലാക്കിയിരുന്നതിന് അല്ലാത്തൊരു സമയം ഉണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അതാണ് മോഹൻലാൽ വേദനയോടുകൂടി അന്ന് പറഞ്ഞത്. സ്ത്രീകൾ എല്ലാ സമൂഹങ്ങളിലും അല്ല എല്ലാ ഇടങ്ങളിലും ചൂഷണത്തിന് വിധേയരാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സുമേരൻ, എന്നെ നിങ്ങൾ ചൂഷണം ചെയ്യണമെങ്കിൽ ഞാനതിന് വിധേയമായിട്ട് നിൽക്കണം, എന്നാലേ മാത്രമേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ നോ പറഞ്ഞ കുട്ടികളെല്ലാം സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അതാണ്, അങ്ങനെ ആവണം. എന്തിനാ നമ്മൾ ഇതില്ലെങ്കിൽ മുട്ടക്കച്ചവടം നടത്താലോ, പുല്ല് വെട്ടി അരിഞ്ഞ് ജീവിക്കാലോ. ഇത് തന്നെ വേണം, എന്തിനെത്ര വാശി പിടിക്കണേ? ഇതല്ലാത്തവരിവിടെ ജീവിക്കുന്നില്ലേ? നമ്മുടെ സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. ഞാനതിൽ താല്പര്യമല്ല. സ്ത്രീ തുല്യത, സ്ത്രീ അങ്ങനെ തുല്യതയല്ല വേണ്ടത്. വ്യത്യസ്തമായ ഒരു സ്ഥാനം അവർക്ക്. അവര് വ്യത്യസ്തരാണ്, ഒരു സംശയമില്ല. തുല്യത എന്തിനാ? തുല്യത അല്ല, തുല്യത ഒരിക്കലും സംഭവിക്കില്ല. ഒരിടത്തും തുല്യത ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട സ്ത്രീയും വാദം ശരിയല്ല സുമേരൻ. തുല്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തുല്യതയല്ല, വ്യത്യസ്തയാണ്. കാരണം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെയധികം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തമായ സ്ഥാനം കൊടുത്താൽ മതി. അത് നമ്മൾ നേടിയെടുക്കണം വേണ്ട, അല്ലാതെ തരുന്ന സ്വാതന്ത്ര്യം പോലെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് തരുന്ന കാര്യമല്ല. എന്നോട് സുമേരൻ റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഡിസേർവ് ചെയ്യണം, ഞാനത് അർഹിക്കണം. എങ്കിൽ മാത്രമേ കാരണം എനിക്ക് നിങ്ങൾ എന്നെ ബഹുമാനിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഞാൻ പെരുമാറിക്കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൂളിഷ്നെസ്. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിവിടെ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റൈൽ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇരിക്കാനായിട്ട് പെൺകുട്ടികൾക്ക് കസേര കൊടുത്തു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? സിനിമയിൽ നമ്മൾ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നാല് വേറെ എല്ലായിടത്തും ഇല്ലേ ഇത്? ഈ ഒരു ഹേമ കമ്മിറ്റി ചർച്ച അടക്കം, ആ നിർദ്ദേശങ്ങളടക്കം ഒരു നവീകരണത്തിന് സാധ്യത ഒരുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മാറ്റങ്ങൾക്ക് ഉണ്ടാകാമായിരിക്കാം. കാരണം ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. പലരും ഇങ്ങനെ ഇത് റിവീൽ ചെയ്യണ്ടെങ്കിലും അത് ഏത് വഴിക്കൊക്കെ പോകുമെന്ന് നമുക്കറിയാൻ പാടില്ല. അതെങ്ങനെ ഇതിനൊരു പണിഷ്മെന്റ് കൊടുത്തോണ്ട് ഇത് ശരിയാകുമോ? കാരണം ഈ മാത്രമല്ല, ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് നിഗൂഢതകൾ ഉള്ളതാണ്. ഒരുപാട് സാങ്കേതിക കാര്യങ്ങളുള്ള സ്ഥലമാണ്. അവിടെയെല്ലാം ഇവർ ഈ പച്ചയായ ഇതും കൊണ്ട് ചെന്നാൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് ചെല്ലുക. അറിഞ്ഞിട്ട് ചെന്നാൽ നമ്മൾ അതിന് കുറെ കൂടി അലേർട്ടായിരിക്കും. അറിയാതെ എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയാൽ അവിടെയാണ് അപകടങ്ങൾ വരുന്നത്. അല്ലെ, പല പെൺകുട്ടികളും വരുന്നത് അമ്മമാരുടെയും അച്ഛൻ്റെ ഒക്കെ
മാതാപിതാക്കളുടെ സപ്പോർട്ടോടെ അവരാണ് ഇങ്ങനെ ഉന്തി കൊണ്ടുവരുന്നത്. അതെ, അത് ഒരു പക്ഷെ ആഗ്രഹമായിരിക്കാം. പക്ഷെ അതിലൂടെയുള്ള മറ്റു കാര്യങ്ങളും കൂടി ഇവർ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് ഈ കുട്ടികൾക്ക് വരുന്ന ഒരു ദുര്യോഗം എന്ന് പറയുന്നത്. അതിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നിട്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ എനിക്കൊന്ന് സിനിമയിൽ എൻ്റെ മകളൊന്ന് സിനിമക്കാരി ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് ചെല്ലാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞ, എന്ത് കാര്യം അറിഞ്ഞിട്ട് ചെന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു അലേർട്ട്നെസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഈ കമ്മിറ്റി നിർദ്ദേശങ്ങൾ കേട്ടറിവോ അല്ലെങ്കിൽ വായിച്ചറിവോ വെച്ചിട്ട് സ്വാഗതാർഹമാണോ? എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ സുരക്ഷിതത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയാണല്ലോ നിർദ്ദേശിക്കുന്നത്. സുരക്ഷിതമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക. സുമേരൻ, ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരാൾ പ്ലേറ്റിലെടുത്ത് വെച്ച് കൊടുക്കും. ഹേമ കമ്മീഷൻ ഇത് പ്ലേറ്റിലെടുത്ത് വെച്ച് കൊടുക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു മാനസിക രോഗി ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു, മാറി. എന്നിട്ട് ഇയാൾ എവിടെ കൊണ്ടേ ഇരുത്താൻ പോകുന്നത്? എവിടെ നിന്ന് ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടായി അങ്ങോട്ട് തന്നെയാണ് ഇയാൾ കൊണ്ടുവന്നത്. വീണ്ടും അയാൾ അത് തന്നെയാവും. എന്ന് പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി ഇത് നമ്മളെപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇനിയും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അവര് വരുമോ? നമ്മൾ സ്റ്റാൻഡ് ആവുക, സ്ത്രീ സുരക്ഷിതയാകാൻ. അതൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലേറ്റിൽ ആരും കൊടുക്കുന്നതല്ല. ഞാനാണ് കീപ്പ് ചെയ്യേണ്ടത്. ആ ഒരു ഇത് സ്ത്രീ, അങ്ങനെ ഒരു വിവേകം എന്തുകൊണ്ട് നമ്മുടെ ആധുനിക സ്ത്രീകൾ അത് ഈ സൊസൈറ്റി ഉണ്ടാക്കിയെടുത്തതാണ്. പണ്ടേതുള്ള ഒരു ഡോമിനേഷൻ, മെയിൽ ഡോമിനേഷൻ, അത് ഇപ്പൊ അത് കവർ ചെയ്യാനായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഈ ഗിമ്മിക്സ് ഇല്ലേ, അത് അതിനേക്കാളും നാശം വരുത്തിയത്. സ്ത്രീ കൂട്ടായ്മ WCCയുടെ ഒക്കെ ഒരു നിലപാടുണ്ടല്ലോ, അത് സ്വാഗതാർഹമാണ്. അവരാണ് ഇതിനൊക്കെ വഴിയിരിക്കുന്നത്. നല്ലത് തന്നെയാണ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോ ഈ ഒരു ഇതിൽ വന്ന് നിൽക്കുവാണെങ്കിൽ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ഇപ്പൊ അവരൊത്തിരി ഭയന്നിട്ടുണ്ട്. ഈ ഫിലിം ഇൻഡസ്ട്രി ഇത്തിരി ഭയന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഇത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല സുമേരൻ, എങ്ങനെ പറ്റില്ല. കാരണം ഈ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ് മാറ്റപ്പെട്ടത്. ആ ഒരു ഇത് വന്നതുകൊണ്ടും അതിന് വല്ല മാറ്റം വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ എപ്പോഴും സ്റ്റേൺ ആയിട്ട് നിൽക്കൂ. അങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റിയാണ് സ്ത്രീകൾ നേടേണ്ടത്. ആ ഒരു വനിതാ കമ്മീഷൻ പോലെയുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ സ്ത്രീകളുടെ തുല്യതയ്ക്കും ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ സുരക്ഷയ്ക്കൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രയോജനകരമായിട്ട് മാറാറുണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇതെല്ലാത്തിനും എനിക്ക് ഒറ്റ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനുണ്ട്, നമുക്ക് കോടതികളുണ്ട്, മറ്റെല്ലാ സുരക്ഷകളും തരുന്ന വനിതാ കമ്മീഷൻ എല്ലാം ഉണ്ട്, ഒക്കെ ശരിയാണ്. ഇവരെല്ലാവരും നമ്മളെ എപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മളുടെ ജീവിതത്തിലെ ഒരു കാര്യം പറഞ്ഞ് അവരോട് ഇന്നത് സംഭവിച്ചു കേട്ടോ, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, ദേ വിൽ ഹെൽപ്പ്, ഓക്കെ ശരിയായിരിക്കാം. ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനിയും സംഭവങ്ങൾ ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. അതിന് എപ്പോഴും ഇവർ വരുമോ? അല്ലെങ്കിൽ എപ്പോഴും അവരുടെ അടുത്ത് എല്ലാം പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റേൺ ആവുക, സ്ത്രീകൾ സ്റ്റേൺ ആവുക, തീർച്ചയായിട്ടും ഇതിനൊരു വിജയം കണ്ടെത്താൻ സാധിക്കും. അതിന് ഈ കമ്മിറ്റികളൊന്നും അല്ല സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും അല്ല. നിയമം ഒരു ഇഷ്യൂ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ടേ വണ്ടിയെ നന്നാക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. വണ്ടി ഇടിക്കുന്നതിന് മുൻപ് നമുക്ക് നന്നാക്കാൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി ഇടിക്കണം. വണ്ടി ഇടിക്കുന്നവരെന്തിനാ കാത്തു നിൽക്കുന്നത്? നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. രോഗം വന്നതിനേക്കാളും നല്ലതല്ലേ വരാതെ സൂക്ഷിക്കുന്നത്? അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അതാണ് സ്ത്രീകള് കുറെ കൂടി ബെറ്റർമെന്റ് അവരിതിൽ കൊണ്ടുവരിക. അവരുടെ ജീവിതത്തിൽ അവർക്ക് അതാണ് ഞാൻ അറിഞ്ഞിട്ട് ചെല്ലുക. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുവാണെങ്കിൽ ഡാൻസും പാട്ടും മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ എങ്ങനെ അവിടെ നിൽക്കണം, ഞാനൊരു മനുഷ്യനും കൂടിയാണ്, ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല. എന്നിലൊരു ശരീരമുണ്ട്, എനിക്ക് സെക്സ് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ കൂടി ഞാൻ എങ്ങനെ സുരക്ഷിതത്വം നേടണം, എന്നെ ഉപയോഗപ്പെടുത്താൻ ഞാൻ അവസരം കൊടുക്കരുത് എന്നുള്ള ചിന്ത സ്ത്രീകളിൽ വന്നാൽ ഓക്കെ. സാധാരണ സ്ത്രീകൾ എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാരും പ്ലേറ്റിൽ തരുന്നല്ല. കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അത്ര ഒരു വിദ്യാഭ്യാസം അല്ലെ സാമൂഹ്യ പുരോഗതി സാധാരണ കുടുംബത്തിലെ കുട്ടികൾക്ക് ഇല്ല. ഓക്കെ ശരി, എനിക്കിതൊന്നും എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല, ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. വായനയിൽ കൂടിയും ഇപ്പൊ സുമേരനെ കൂടി ഞാൻ 5 മിനിറ്റ് സംസാരിക്കും. സുമേരനെ കൂടെ നിന്ന് എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, അത് ഞാൻ സ്വാംശീകരിക്കണം. അങ്ങനെ മറ്റ് സൊസൈറ്റിയിലെ ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് പലതും കിട്ടും. അങ്ങനെ ഞാൻ വളരണം. എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വളരണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകള് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അത് പുരുഷന്മാർക്കും ബാധകമാണ്.
പുരുഷന്മാർക്കും ബാധകം. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ 4ാം ക്ലാസ് വരെ പഠിച്ചതും ഈ 1920s ആൾക്കാരാണ് നമ്മളെ വളർത്തിയത്. ആ വളർച്ചയല്ല നമുക്കിപ്പോൾ വേണ്ടത്. നമ്മൾ അതിലും വളർന്നു പോകണം. അതിന് നമ്മൾ ശ്രമം നടത്തണം. നമ്മൾ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്വേഷണാത്മകത നമ്മളിൽ വേണം. സത്യാന്വേഷണം നമ്മൾക്ക് വേണം. അറിവ് നേടണം. ആ ജ്ഞാനം ഉണ്ടാക്കണം. നമ്മളുടെ കഴിവുകൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് കൂടാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ആ നേടിയെടുക്കലാണ് അതാണ് പുതിയ പെൺകുട്ടികളോട് തെന്നലിൻ്റെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ കുഞ്ഞുങ്ങളുടെ അവരുടെ ബോഡി ലാംഗ്വേജിൻ്റെയാണ്, വസ്ത്രത്തിൻ്റെയാണ് ഒക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രം, അവരുടെ ഭാഷ, അവരുടെ ശരീരഭാഷ, അതെല്ലാം നിലവിലെ സിസ്റ്റത്തിന് വിരുദ്ധമാണെന്നൊരു വാദമുണ്ട്. ശരിയാണോ അത്? നിലവിലെ സിസ്റ്റം എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നത് അത് പാരമ്പര്യവാദമാണ്. സുമേരൻ, ഞാൻ പറയട്ടെ, ഇപ്പൊ നേരത്തെ നമ്മള് വളരെ പണ്ട് കാലത്ത് സ്ത്രീകൾ ഇതുപോലെ തന്നെ മുഴുവൻ ദേഹം മറച്ച്, ഈ പകുതി ദേഹം മറയ്ക്കാതെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം പകുതി ഒരു ഒറ്റ മുണ്ട് മാത്രം എടുത്ത് നടന്ന് ഈ നമ്മളുടെ സ്ഥലങ്ങൾ പ്രദർശനമല്ല, അവർക്ക് അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ധൈര്യമായിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു ഇങ്ങനെയൊക്കെ വന്നത്. ഞാൻ പറയുന്ന അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിന്റെ മുന്നോട്ട് പോന്നിട്ടും നമ്മളിപ്പോ ചൊവ്വ വരെയൊക്കെ പോയിട്ടും ഈ 1920s ചിന്തകളും വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനസ്ഥിതി അത് നമ്മൾ ഇല്ലാതാക്കണം. നമ്മളിപ്പോൾ 2024 ജനങ്ങളാണ്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുള്ളൂ. ഇപ്പൊ പുതിയ പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് അന്ന് ഇപ്പൊ ഞാനിപ്പോ ഒരു ഹാഫ് ട്രൗസർ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ എന്നെ സുമേരം നോക്കിയാൽ ഞാനത് ബോധർ ചെയ്യില്ല. എനിക്കതൊരു ബാധകല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് അയ്യോ സുമേരം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ എന്നാൽ ആ ഒരു മനസ്ഥിതി സ്ത്രീകൾ കളയണം. അതേസമയം എനിക്കിത് ദിസ് ഇസ് മൈ ഡ്രസ്, ദിസ് ഇസ് മൈ കംഫർട്ടബിൾ ഡ്രസ് എന്ന് അവർക്ക് ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും സുമേരന്റെ നോട്ടം എന്നിൽ പതിയില്ല, ഒരു സംശയമില്ല. അത് എനിക്ക് പതിഞ്ഞാലും എനിക്ക് ബാധകമല്ല ഇത്. അപ്പോൾ ഞാൻ പറയണത്, ഈ നിങ്ങൾ ഫാഷൻ TV കണ്ടിട്ടില്ലേ, ലോകത്തിലെ ഏറ്റവും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് അതിലുള്ളത്. പക്ഷെ അവരവരുടെ ദേഹത്തെ പറ്റി ഒരിക്കലും ബോധേഡല്ല. അവര് ഒരു ചെറിയ തുണിയൊക്കെ ഇട്ടിട്ടായിരിക്കും അവരുടെ ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ നടക്കുന്നത് ഇല്ലേ. അവര് അങ്ങനെ ആയിത്തീരണം സ്ത്രീകൾ. അവർക്ക് കാരണം ഇത് നാച്ചുറലാണ്. നമ്മളുടെ ശരീരം നേച്ചർ തന്നതാണ്. നമ്മളിത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അശ്ലീലം. അതെ, തീർച്ചയായിട്ടും അതിന് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അമല പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് കാണാനും ഭംഗിയില്ല. ഒരു ഭംഗിയില്ലാത്ത ഡ്രസ്സാണ് അമലാപ്പോൾ അന്ന് ഇട്ടിരിക്കുന്നത്. എനിക്ക് അതിനോട് ഒരിക്കലും താല്പര്യമില്ല. കാരണം അമലാപ്പോൾ കുറച്ചുകൂടി ഈവൺ ഒരു ട്രൗസർ ഇട്ട് വന്നാൽ അത്രയും കൂടി വൃത്തികേടുണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അത്രയും മോശമായിട്ടുള്ള, ഒരു ഭംഗിയില്ലാത്ത, ഒരു രൂപയില്ലാത്ത ഡ്രസ്സാണ് അമലാപ്പോൾ അന്നിട്ടിരുന്നത്. പക്ഷെ അപ്പോൾ ചിലർ പറയും തെന്നലും ബാക്ക്വേർഡാണോ. ഞാൻ വളരെ ഫോർവേഡാണ്. പെൺകുട്ടികൾ അവരുടെ ഡ്രസ്സിങ്ങിൽ വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇതിലാണ്. ആ ഒരു ഇതില്ലാതെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പഴയ തുളസിക്കതിരും ചന്ദനക്കുറിയൊക്കെ ഇട്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മനസ്സും കൊണ്ട് നടക്കരുത്. കുറെ കൂടി ബോൾഡ് ആവണം, കുറച്ചുകൂടി സെറ്റിൽഡ് ആവണം അവരുടെ മനസ്സ്. അങ്ങനെയാണ് പെൺകുട്ടികളല്ലേ പൊതുവെ. പക്ഷെ അത് കവർ ചെയ്യേണ്ടവര്, അത് കവർ ചെയ്യുന്ന എന്താന്ന് വെച്ചെന്നാൽ, പഴയ ഞങ്ങൾ കുറെ നിങ്ങളെ ഭരിച്ചില്ലേ, ഞങ്ങളെ കുറെ നാളെ ഭരിച്ചില്ലേ, ഇനി ഞങ്ങൾ കുറച്ച് ഭരിക്കട്ടെ. ഭരണം എവിടെയും കൊള്ളില്ല, ആരുടെയും കൊള്ളില്ല. ഒരു സൊസൈറ്റിയിൽ പുരുഷന്റേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും അതാണ് ഈ ഫെമിനിസം കവർ ചെയ്ത് പോകുന്നത്. ഫെമിനിസം നല്ലത് തന്നെയാണ്. പക്ഷേ ഫെമിനിസം അത് ഇല്ല എന്നുള്ളതല്ല. ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്താണെന്നുള്ളത്. ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എന്താണെന്ന് ഞാൻ പറയില്ല. അത് ഫെമിനിസം ആണോ എന്താണെന്നുള്ളതല്ല. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അത് ആ ഒരു ഇതില്. പക്ഷെ ഞാൻ പറയുന്നത് ഇവർ കവർ ചെയ്യുന്ന, ഇവർ സിഗരറ്റ് വലിക്കുക, പുക വലിക്കുക, കള്ളു കുടിക്കുക, അങ്ങനെ നടക്കുക, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് സ്ത്രീകൾക്ക് സ്ത്രൈണത അത്യാവശ്യം. അതാണ് അവളുടെ ബ്യൂട്ടി, അതാണ് അവളുടെ ക്രെഡിബിലിറ്റി, അവളുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നതാണ്. അല്ലാതെ സ്ത്രീകൾ പുരുഷനെ പോലെ ആയിട്ട് എന്താ കാര്യമില്ല. അപ്പൊ പുരുഷൻ എവിടെ ഇരിക്കുന്നു? നമ്മളിൽ പുരുഷനുണ്ട്. എന്നിൽ പാതി പുരുഷനാണ്, സുമേരനിൽ പാതി സ്ത്രീയാണ്. അതിനെ എനിക്ക് എൻ്റെ സ്ത്രൈണത കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമായ സമയത്ത് ഞാൻ എന്നിലെ പുരുഷനെ പുറത്തെടുക്കണം. ഒരാളോട് ഇത് ബോൾഡായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ത്രൈണത പോരാ. എൻ്റെ പുരുഷത്വം എടുത്തിട്ട് ഞാൻ നോ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള പുരുഷൻ വർക്ക് ചെയ്യണം.
അങ്ങനെ അത് നിങ്ങളിലും ഉണ്ടാവണം. അതായത് ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് അവള് ഞാൻ ദ്രോഹിക്കുകയല്ല വേണ്ടത്, അവളെ സംരക്ഷിക്കുകയല്ല, അവൾ ഉപദ്രവിക്കാതിരിക്കുന്ന ആ മനസ്സ് നിങ്ങളുടെ സ്ത്രൈണതയാണ്. അണ്ടർസ്റ്റാൻഡ്? അത്രയേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ പോവുകയാണെങ്കിൽ സൊസൈറ്റിയിലെല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഹേമ കമ്മീഷനും വേണ്ട, ഒരു കോടതിയും വേണ്ട, ഹൈക്കോർട്ടും വേണ്ട, ഒരു പോലീസ് സ്റ്റേഷനും വേണ്ട, ഒന്നും വേണ്ട. അല്ല, അടുത്ത കാലത്ത് അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് അറിയില്ല, അത് പറയാൻ പറ്റില്ല. അതിന് കാരണം അവർക്ക് അതിനുള്ള ക്ലാസ് കിട്ടുന്നില്ല സുമേരൻ. അതാണ് ഞാൻ അത്തരം ക്ലാസ്സുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അന്തരീക്ഷം ആരുടെ ഭാഗത്തുണ്ട്? കാരണം വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് പോകുന്നത്? വിദ്യാഭ്യാസമൊക്കെ വെറും ടെക്സ്റ്റ് പഠിക്കൽ മാത്രമാണ്, അല്ലാതെ അവിടെ ജീവിതം പഠിപ്പിക്കുന്നില്ല, പെരുമാറ്റങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. കുടുംബത്തിലാണെങ്കിൽ അത് പഠിപ്പിക്കാൻ സമയമില്ല, അവർക്കൊട്ട് അറിയാനും പാടില്ല. പിന്നെ ഇത് എവിടെ നിന്നാ കിട്ടുക? അതാണ് ഞാൻ പറഞ്ഞ അന്വേഷണം. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. നമുക്ക് വേണ്ടത് ഒരു ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അത് ഏത് ഗുരുവാണെന്നുള്ള നമ്മൾ വല്ല ഗുരുക്കന്മാരുടെ പുറത്ത് തലയും കുത്തി തൊഴുതിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ അവരുടെ പാഠങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ച. പക്ഷെ അത് തന്നെ നമുക്ക് വേണമെന്നില്ല, പലതും നമുക്ക് പലതിനും പഠിക്കാനുണ്ടാവും. അത് സ്വരൂപിച്ചെടുത്തുകൊണ്ട് നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് വരിക. എങ്കിൽ മാത്രമേ ഇനിയുള്ളൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എടുത്തു ചാട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികൾ ആൺകുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല വേണ്ടത്. പെൺകുട്ടികളായി തന്നെ ഇരുന്നുകൊണ്ട് അവരിലുള്ള രണ്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. എന്നിലൊരു പുരുഷനുണ്ട്, പകുതി പുരുഷനാണ്, എന്നിൽ വേണ്ട സമയത്ത് ഞാൻ സ്ത്രീയായി തന്നെ ഇരിക്കണം. അത് അപ്പോഴേ ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുകയും ഒരു മനുഷ്യനായ പുരുഷൻ തന്നെ ആയിരിക്കാനും പറ്റുള്ളൂ. ഈശ്വര വിശ്വാസം അമ്പലങ്ങളിൽ പോയി അങ്ങനെയൊക്കെ ഉണ്ട്. വിശ്വാസമൊന്നുമില്ല, ഇല്ല. വിശ്വാസം ഈശ്വരനെ വിശ്വസിക്കലല്ല, അതെന്റെ പോളിസി അല്ല. വിശ്വാസം ഇല്ല എന്നല്ല, അതെന്റെ അർത്ഥം അതല്ല. കാരണം വിശ്വാസമല്ല, നമ്മളെ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ നമുക്ക് ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആർക്കും അറിയാനും പാടില്ല. അങ്ങനെ ഒരു ദൈവികത ഉണ്ടാവുമായിരിക്കാം. കാരണം പ്രപഞ്ചം, ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ഇങ്ങനെ ഒരു ഇതിൽ നിർത്തുക എന്നുള്ളത് ഉണ്ടായി വന്നതും ഒരു അനാദിയായിട്ടുള്ള എന്തോ ഒരു ശക്തിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു സംശയമില്ല. കാരണം ഒരു പെയിന്റിങ്, മനോഹരമായ ഒരു പെയിന്റിങ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പെയിന്റർ വേണം, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സൃഷ്ടി ലോകത്തുണ്ടെങ്കിൽ അതിനൊരു സ്രഷ്ടാവുണ്ട്. സൃഷ്ടാവ് എന്ന് പറഞ്ഞ അത് മനുഷ്യരൂപമുള്ളതോ അല്ലെങ്കിൽ മൃഗത്തിന്റെ രൂപമുള്ളതോ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഫോമോ ഒന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. അമ്പലങ്ങളെല്ലാം മനുഷ്യ സൃഷ്ടിയാണ്. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ല, അതിലൊന്നും താല്പര്യമില്ല. പക്ഷേ ആ ഒരു ഇതിൽ ഞാൻ എപ്പോഴും അത് സ്നേഹിക്കുന്നു. ഐ ലവ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രൂപങ്ങളില്ലാത്ത ഗോഡാണ്. അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഉള്ള ഗോഡല്ല. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു വിശ്രമ ജീവിതം നയിക്കുന്നത് പറയാം. ആകാശവാണി വിശ്രമം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അല്ല, ആകാശവാണിയുടെ അങ്ങനെ ഒരു വലിയ ബഹളങ്ങളില്ല. വീണ്ടും എന്തുകൊണ്ടൊരു സംഗീത ലോകത്തേക്ക്, ഗാനരംഗത്തേക്ക്? ഇനി ഞാൻ പറഞ്ഞില്ലേ സുമേരൻ, ഞാൻ 32ാമത്തെ വയസ്സിൽ പാട്ട് പാടുക എന്നുള്ളത് നിർത്തി. പ്രൊഫഷണലി സിംഗിങ് നിർത്തി. പിന്നെ ആരെങ്കിലും ഇഷ്ടത്തോടെ പറഞ്ഞാൽ ഇങ്ങനെ പാടും, അത്രയ്ക്കേ ഉള്ളൂ. അന്ന് വരെയുള്ള എഫേർട്ട്, 5ാം ക്ലാസ് തുടങ്ങിയുള്ള ആ എഫേർട്ടാണ്, അതിന്റെ റിസൾട്ടാണ് 32 വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചത്. ഇനി അങ്ങനെ ഒരു ഇതെടുക്കണമെങ്കിൽ എനിക്ക് വേറൊരു ജന്മം കിട്ടണം. അത്ര ആർട്ടിസ്റ്റായി തീരാൻ പറ്റില്ല. അപ്പൊ എനിക്കിനി അതിന് വേണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു എഫേർട്ട് എടുക്കണം. അതിനുള്ള ലൈഫ് എനിക്കില്ല, പിന്നെ എനിക്ക് അതിൽ താല്പര്യവുമില്ല. രണ്ടാമത് എങ്കിലും ഹൃദയത്തിൽ തട്ടിയ, ഇപ്പോഴും ഇഷ്ടം തോന്നിയ, വീണ്ടും അത് ആവർത്തിക്കാൻ തോന്നിയ പ്രോഗ്രാം ആയിരുന്നു ചലച്ചിത്ര ഗാന പ്രസന്റേഷൻ. ആൾക്കാർ ആവശ്യപ്പെടുന്ന മാത്രമല്ല, ഞാൻ ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവതരിപ്പിക്കുന്നത്, പലതരത്തില്. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്, ഇപ്പൊ MG സുമ അല്ലെങ്കിൽ P ജയചന്ദ്രൻ പാടിയ പാട്ടെനിക്ക് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുക, എങ്ങനെയായിരിക്കും മറുപടി പറയാം? ഞാൻ മറുപടി പറയുന്നത്, ജയേന്ദ്രൻ, ചില ആൾക്കാർക്ക് സുമേരൻ ഇപ്പൊ ജയേന്ദ്രന്റെ പാട്ട് ഇഷ്ടപ്പെടാൻ പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം.
പൊതുവേ നമ്മൾ ആദ്യം കേൾക്കുന്ന യേശുദാസ് എന്നാണ് കേൾക്കുന്നത്, അതിനുശേഷമേ ജയചന്ദ്രൻ എന്ന് പറയാറുള്ളൂ. പക്ഷേ ജയചന്ദ്രനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ജയചന്ദ്രനെ മാത്രം ഇഷ്ടമുള്ളവരുണ്ട്. ജയചന്ദ്രന്റെ ശബ്ദത്തിന്റെയും ആലാപന മാധുര്യത്തിന്റെയും ഗുണം കൊണ്ട് ജയചന്ദ്രനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ലിസണേഴ്സ്. അപ്പൊ അതിൽ തന്നെ വ്യത്യസ്തമായ ഗാനങ്ങൾ ആലപിച്ച ഒരു കുറെ വ്യത്യസ്തമായ ഗാനങ്ങൾ ജയചന്ദ്രന് കിട്ടിയിട്ടുണ്ട്. ജയചന്ദ്രന്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെടാൻ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുമേറിന് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ജയചന്ദ്രൻ മാത്രമല്ല, ജയചന്ദ്രൻ ഈ പ്രായത്തിലും, അതായത് നിങ്ങൾ നിറം എന്നുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ജയചന്ദ്രന് ഈ പ്രായത്തിന്റെ ഒരു അല്പം കൂടി കുറവുള്ളൂ. ആ സമയത്ത് ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിന് യോജിച്ചതല്ല. എത്ര വ്യത്യസ്തമായിട്ട് കുളിര് കോരിപ്പോയി സത്യത്തിൽ എനിക്കത് കേട്ടപ്പോ. അപ്പൊ സുമേറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ വിധത്തില് ജയചന്ദ്രൻ ആ ശബ്ദത്തെ മനോഹരമായിട്ട് സൂക്ഷിച്ചു വെച്ചെന്നല്ല, അത് ബ്ലെസ്സിങ്. അങ്ങനെ ആലപിച്ച കുറെ ഗാനങ്ങൾ ഇപ്പോഴും ജയചന്ദ്രൻ പാടിക്കൊണ്ടിരിക്കുന്നു, നേരത്തെ ആദ്യത്തെ പാട്ടുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ജയചന്ദ്രൻ നല്ല പ്രിപ്പയർഡായി. പിന്നെ ജയചന്ദ്രനെ പോലെ ഒരു ഗായകൻ എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ നിങ്ങൾക്കറിയാമോ, സുമേറിനെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ജയചന്ദ്രൻ പാടുമ്പോൾ എപ്പോഴും യേശുദാസിന്റെ പാട്ടുകൾ എടുത്തു പറഞ്ഞിട്ടേ പാടുള്ളൂ. അത്ര വിശാലമാണ് ജയചന്ദ്രന്റെ മനസ്സ്. അത്രയും യേശുദാസിനെ ആരാധിച്ചിരുന്ന ഒരാളാണ് ജയചന്ദ്രൻ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു നന്മയാണ്. ഒരു ആർട്ടിസ്റ്റ് ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന രണ്ട്. അപ്പൊ ഞാൻ ഏത് സോങ് ഇതിൽ വേണ്ടതെന്ന്, എനിക്ക് ഒരുപാട് സോങ്സ് ഇഷ്ടമാണ്. ദിവ്യദർശനത്തില് പാടിയ സ്വർണ്ണഗോപുര നർത്തകി ശില്പം പാടി, വെരി നൈസ് സോങ്. അത് MS വിശ്വനാഥൻ ചെയ്തതാണ്. അതേപോലെ ഒരുപാട് സോങ്സ് ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. കള്ളിച്ചെല്ലമല പാട്ടുണ്ട്, കരിമുകിൽ കാട്ടിലെ. അതൊക്കെ ജയചന്ദ്രന്റെ ആദ്യ സമയത്തുള്ള പാട്ടുകളാണ്. അതിനേക്കാൾ ആ ശബ്ദത്തിന് കുറെ കൂടി മാധുര്യവും ആലാപനത്തിൽ കുറെ കൂടി മികവും വരുത്തിയ വളരെ മനോഹരമായിട്ട് പാടി. കാരണം ഒന്നാമത്തെ ഭാവഗായകൻ എന്നാണ്. അത് സുമേറിന് അറിയോ? ഇതിപ്പോ നമ്മുടെ കോൺവെർസേഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഭാവത്തിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരാളാണ് ഒരു ഗായകൻ എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് കേട്ടാൽ മനസ്സിലാകുകയും ചെയ്യും. ചില ഗാനങ്ങൾ കേട്ടാൽ നമുക്ക് ഒരു തെരിക്കും. അങ്ങനെ കുറെ അങ്ങനെ കുറച്ച് ഗാനങ്ങളുണ്ട് ജയചന്ദ്രന്റെ. അപ്പൊ അതില് എനിക്കിഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദിവ്യദർശനത്തിലെ സ്വർണ്ണഗോപുരം നർത്തകി. ഒന്ന് കേട്ടു നോക്കൂ. അതില് MS വിശ്വനാഥന്റെ കമ്പോസിഷൻ ഭയങ്കരമാണ്. അത് ഭയങ്കര എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, സൂപ്പർലേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഒരു കമ്പോസിഷനാണ് ആ പാട്ട്. ജയചന്ദ്രൻ പാടിയിരിക്കുന്നു, എന്ന് കേട്ടു നോക്കൂ. ഓക്കെ, സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായോജ്യം നിൻ രൂപം. ഇനി ആ പാട്ട് പാടി മോശാക്കണ്ട. ജാനകിയുടെ ഒരു പാട്ടോട് പാടി. ജാനകിയുടെ ഇടയ്ക്കൊന്നു ചിരിച്ചും ഇടയ്ക്കൊന്നു കരഞ്ഞും ഇടവ പാതിയും മൂടി വന്നു, ഇടവ പാതിയും മൂടി വന്നു. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ജാനകിയുടെ. പിന്നെ ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ചു കണ്ടുമുട്ടി. അതൊക്കെ വളരെ മനോഹരമുള്ള ജാനകിയുടെ പാട്ടുകളാണ്. എനിക്ക് അങ്ങനെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ സോങ്സ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ജാനകി? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവുമല്ല കുറെ പാട്ടുകൾ ഞാൻ സെലക്റ്റീവ് ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നത്. അതിൽ 2-3 പാട്ടുകളാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ 2-3 കുറെ പാട്ടുകൾ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ജാനകി. അതിമനോഹര, ഭയങ്കര കഴിവുറ്റതായിട്ടും പാടിയിട്ടുണ്ട് 2-3 സോങ്സ്. അതൊക്കെ ഇരുന്ന് പറയണം. അതിന് നമുക്ക് വേറൊരു ദിവസം പറയാം. ഇപ്പൊ എന്തായാലും പൊതുവെ ഇങ്ങനെ കലാകാരന്മാർക്ക് ഒരു നിലപാടില്ലാത്തവരാണെന്നും അവർ അവസരത്തിനനുസരിച്ച് അവരുടെ വാദങ്ങൾ കൊണ്ടുപോകുന്ന മനുഷ്യരാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു കലാകാരി എന്ന രീതിയിൽ തെന്നലെപ്പോഴും തെന്നലിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചിട്ടുള്ളതാണ്. ഇനിയും അത്തരത്തിൽ രീതിയിൽ സ്വന്തം നിലപാടുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് കലാജീവിതം മുന്നോട്ട് നയിക്കട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാവിധ പിന്തുണയും ഉണ്ടാവട്ടെ. വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് മാധുര്യമുള്ള പാട്ടുകളും ശബ്ദങ്ങളുമായിട്ട് വരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം. അപ്പൊ എനിക്ക് വൈറ്റ് സ്വാൻ ചാനലിന് വേണ്ടി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അവസരം തന്ന് ഈ നിങ്ങളുടെ ലിസണേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം തന്ന ഇതിൻ്റെ എല്ലാ ആൾക്കാരോടും
പ്രത്യേകിച്ച് സുമേറിനോടും എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.